എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇൻഫർമേഷൻ തിയറി, കോഡിംഗ്, ട്രാൻസ്മിഷൻ ആൻഡ് മാനിപ്പുലേഷൻ. അപ്പോൾ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് എന്നുള്ളതാണ് അതിന്റെ സെൻട്രൽ പാർട്ട് ആയതുകൊണ്ട് അത് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻ തിയറി എന്നുള്ളൊരു സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസിന്റെയും ഇലക്ട്രോണിക്സിന്റെയും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിന്റെയും pretty much entire പ്രോഗ്രാമിംഗിന്റെ നടുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. For some reason this got ignored because most people thought that it is trivial and others took a operational approach. അപ്പോൾ ബിഎഡ് പ്രത്യേക സാഹചര്യത്തിൽ ഇതൊന്നും റീവിസിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമുക്ക് ഇൻഫോർമേഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോ ഇൻഫോർമേഷൻ എന്ന് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ ഡാറ്റ എന്ന് പറഞ്ഞൊരു സിംഗിൾ മീം അല്ലെങ്കിൽ ഒരു ഡാറ്റ പോയിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കളക്ഷനാണ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഡാറ്റയെ പ്രോസസ് ചെയ്യുമ്പോൾ അത് ഇൻഫർമേഷൻ, ഡാറ്റ പ്രോസസിംഗ് തന്നെ ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷന് വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആണ് നമുക്ക് പൊതുവെ അറിയാം. പിന്നെ അവിടെ നിന്ന് അത് നോളജിലോട്ടും പിന്നെ അത് വിസിറ്റിലോട്ട് പോകുന്നു എന്നുള്ളതാണ് കൺവെൻഷണൽ വിസിറ്റം. നിങ്ങൾ ചിലപ്പോൾ ചില റിലേഷണൽ ഡാറ്റാബേസിന്റെ പുസ്തകത്തിലൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, അതിന്റെ SQL വെച്ചിട്ട് പ്രോസസ് ചെയ്തിട്ട് അത് ഇൻഫർമേഷൻ ആക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടുന്നു, അത് അനലറ്റിക്സ് ഒക്കെ ചെയ്യുമ്പോൾ സിസ്റ്റം കിട്ടുന്നു. അപ്പോ ഇതൊരു ഈവൻ ദോ ഈ SQL മെത്തേഡ് ക്വാണ്ടിഫൈഡ് ആണെങ്കിലും ഇതൊരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇത് ഫിലോസഫേഴ്സ് ഒക്കെ കാലങ്ങളായിട്ട് എന്താണ് നോളജ്, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് മെറ്റാ നോളജ്, എന്താണ് സ്കീമാറ്റിക് നോളജ്, അതിനെ കുറിച്ച് ഇപ്പൊ ഫിലോസഫേഴ്സും നമ്മുടെ ഇവിടെയും ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് ആസ് വെൽ ആസ് അനാലിസിസ് മാനിപ്പുലേഷൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോ ഈ അതിന്റെ ഫാദർ 1948 ക്ലോഡ് ഷോണൻ എന്ന് പറഞ്ഞ പുള്ളി, he is widely regarded as the father of information theory. അപ്പൊ ഈ ക്ലോഡ് ഷോണനെ കുറിച്ച് ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോഡ് ഷോണനെയും ഐൻസ്റ്റൈനെയും തമ്മിലൊന്നും കമ്പയർ ചെയ്തത് ശരിയല്ല. കാരണം ദാറ്റ് ഈസ് അൺഫെയർ ടു ക്ലോഡ് ഷോണൻ എന്ന് പറഞ്ഞത്. അതായത് ഈ ന്യൂട്ടന്റെ 3 ലോ ഓഫ് ഗ്രാവിറ്റേഷൻ മോഷനെക്കാളും ഐൻസ്റ്റൈന്റെ ഇപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയാലും സ്പെഷ്യൽ തിയറി ആണെങ്കിലും ജനറൽ തിയറി ആണെങ്കിലും അതിനേക്കാളും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ക്ലോഡ് ഷോണൻ നടത്തിയത്. Had he didn't come up with his 3 theorems in one go, world would have been at least 20 years backward എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്വാൾകോം എന്നുള്ളൊരു കമ്പനി ഉണ്ട്, ഒരു ഇസ്രായേലി കമ്പനിയാണ്. അവർക്ക് ഒരു API ഒക്കെ ഉണ്ട്, ബൈനറി റൺ ടൈം എൻവയോൺമെന്റ് ഫോർ വയർലെസ്. പിന്നെ അവർക്കൊരു ഈ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു, അതായത് WL അല്ലാതെ എയർലൈൻസിന്റെ എയർലൈൻസ് ആ പ്രോട്ടോകോൾ ഒക്കെ ഉപയോഗിക്കണ്ടായിരുന്നു. അപ്പൊ അവരൊരു ചെയർ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലോ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ സ്പോൺസർ ചെയ്തിട്ട് അവിടെ കുറെ ഇൻഫർമേഷൻ തിയറി റിസർച്ച് നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ 3 തിയറംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് തിയറം എന്നത് ഷാനൺസ് എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ദി ആവറേജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്റ്റോക്കാസ്റ്റിക് സോഴ്സ് ഓഫ് ഡാറ്റ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെഗുലർ ഇന്റർവെല്ലല്ലാതെ ഒരു ഡാറ്റ സോഴ്സ് ഡാറ്റ ഇറ്റ് ക്വാണ്ടിഫൈസ് അൺസർട്ടനിറ്റി ഓർ റാൻഡംനെസ് ഇൻ എ സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കം. അപ്പൊ ഒരു അൺസർട്ടൻ സോഴ്സിൽ നിന്ന് വരുന്ന ഡാറ്റ ഈ കാണുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലിസം. ഓക്കെ, ഇഫ് യു ആർ നോട്ട് മാത്തമാറ്റിക്കലി അഡപ്റ്റ്, ഇത് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഫ്രീക്വന്റ് ദ ഇൻഫർമേഷൻ ലെസ് ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് റീഡ് ചെയ്താൽ മതി. അതായത് പുലി വരുന്ന പുലി എന്ന് നമ്മൾ പണ്ട് മലയാളത്തിൽ പറയും. അതായത് ഒരാള് ഇങ്ങനെ പുലി വരുന്ന 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോ അടുത്തവണ പുലി വരുന്ന പറഞ്ഞപ്പോൾ ആൾക്കാരിൽ പുതിയ ഇൻഫർമേഷൻ ഒന്നും കണ്ടില്ല. അപ്പോ അതവണ ശരിക്കും പുലി വന്നു. പക്ഷെ ആൾക്കാര് ഇയാള് ശരിക്കും ഗ്രാമത്തെ പെടുത്തി എന്ന് പറയുന്ന മാതിരി ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന മെസ്സേജ് അധികം വാല്യൂ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത 3 സ്ഥലത്ത് താമസിച്ചപ്പോ അന്നത്തെ എന്റെ മകൻ മറ്റേ ഒരു പുതിയ നൈബർഹുഡിൽ പോയി കഴിഞ്ഞാല് ഒച്ചപ്പാടുണ്ടാക്കുമ്പോ ആൾക്കാരൊക്കെ എത്തി നോക്കും. ഒരു മാസം കഴിയുമ്പോ പിന്നെ പണ്ട് 10 നില അപ്പുറത്ത് നോക്കുകയായിരുന്നു, പിന്നെ 2ആയി, പിന്നെ കുറെ കഴിയുമ്പോൾ ആയത് നോക്കാണ്ടാവും. അതായത് ഇത് സ്ഥിരം ചെലുത്താനാണെന്ന് മനസ്സിലാകുമ്പോ. അപ്പൊ ദാറ്റ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് വാട്ട് ഈസ് ഈ എന്താ പറയാ സീൻ ഓൺ ദ സ്കീം. അപ്പൊ ഇതിന്റെ ഈ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ കണ്ടന്റ് ഓഫ് എ മെസ്സേജ്, IFM,
is directly proportional to the inverse of the probability of the message എന്നുള്ളതാണ് ഇതിന്റെ ഹൈപ്പോത്തസിസ്. അപ്പോ ഈ അത് ഇൻഫോർമേഷൻ കണ്ടന്റ് ബൈ ഓഫ് എം ഇസ് ഈക്വൽ ടു എന്താ പറയാ ലോഗ് to the base 2 1 by PA ആണ് അതിന്റെ മാത്തമാറ്റിക്കൽ സെറ്റപ്പ്. ആ കോൺസ്റ്റന്റ് ഫാക്ടർ കണക്കിലെടുക്കുമ്പോൾ അപ്പൊ log 1 എന്തായിരിക്കും, മറ്റേ ഈ 0 ആണ്. അപ്പൊ 0 മൈനസ് log 2p വരും. അത് അങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു മെസ്സേജ് വരുന്നത്. അപ്പൊ അത് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് വരികയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ ലോഗരിതത്തിന്റെ സം എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ് ആയിരിക്കും ഇൻഫർമേഷൻ കണ്ടെത്തുന്നതാണ് പറയുന്നത്. അത് മോർ ഫ്രീക്വന്റ് സീരീസ് ഓഫ് മെസ്സേജസ് ലെസ് ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ്. അപ്പൊ എത്ര ബിറ്റ് വെച്ച് എൻകോഡ് ചെയ്യണം എന്നുള്ള കോൺസിക്വൻസ് ഉണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഡാറ്റ ലോസ്ലെസ് ഡാറ്റ കംപ്രഷൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ബൗണ്ട് തീരുമാനിക്കുന്ന ഫോർമുലയാണ് ഈ കാണുന്നത്. അപ്പോ ഈ ഫോർമുല ഒരു നൈവ് ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിലും ഒരു അതിൽ വളരെ, അതായത് ഒരു പ്രപഞ്ച സത്യം ഒളിഞ്ഞിരിപ്പെടുന്നതാണ്. ഈ ലോഗരിതം വരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ബിറ്റ് വൈസിന് എക്സ്പോണന്റ് ഫോമിലാണ്. ഇപ്പൊ 3 ബിറ്റ് ഉണ്ടെങ്കിൽ 8 ബിറ്റ്, 4 ബിറ്റ് ഉണ്ടെങ്കിൽ മറ്റേ എന്താ പറയാ 16 ബിറ്റ്. അപ്പൊ ഓരോ ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പോണന്റ് ആണെങ്കിൽ അതിന് നേരെ ഇൻവേഴ്സ് പ്രോസസ് വരുമ്പോൾ അത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ലോഗരിതമാണ് ടു ദ ബേസ് 2. അപ്പൊ ലോഗരിതം ടു ദ ബേസ് ഇ ഉണ്ട്, ലോഗരിതം ടു ദ ബേസ് 10 ഉണ്ട്. ഈനെ നാച്ചുറൽ ലോഗരിതം എന്ന് പറയും. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ log 2 ആണ് നമ്മൾ നാറ്റ്സ് എന്ന് പറയും. ഇനിയിപ്പോ അത് എല്ലാ 10 ഉപയോഗിക്കണേ, കോമൺ ലോഗരിതം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഈ അതിനെ ഡെസിറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഹൈ എൻട്രോപ്പി മീൻസ് മോർ എൻട്രോപ്പി ഫോർ മോർ ഇൻഫർമേഷൻ കണ്ടന്റ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലോ. അപ്പൊ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻസിൽ മെഷർ ഓഫ് ഡിസോർഡർ ആണ്. ഇത് എൻതാൽപി ഹീറ്റ് കണ്ടന്റ് ആണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു ഫണ്ടമെന്റൽ തത്വം എന്നുള്ള രീതിയിലാണ് ഇത് കിടക്കുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ കപ്പാസിറ്റി ആണ്. അതായത് ഒരു ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് ഉണ്ട്. അപ്പോ റിലയബിൾ ആയിട്ട് എത്ര സാധനം ഇത് ചെയ്യാൻ പറ്റും. അപ്പോ ഷാനൺ ചാനൽ കപ്പാസിറ്റി തിയറം defines the maximum rate at which information can be transmitted over a communication channel with a certain bandwidth and noise level while maintaining reliable communication. അപ്പോൾ മിനിമൽ എററിൽ എങ്ങനെ രണ്ട് എൻഡ് പോയിന്റ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത്. ഫോർമുല എന്താണ്? സി എന്ന് പറയുന്നത് ചാനൽ കപ്പാസിറ്റി ആണ്, ഡി എന്ന് പറയുന്നത് മറ്റേ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി ചാനൽ മാക്സിമം ബാൻഡ്വിഡ്ത്ത് ആണ്, ടൈംസ് ലോഗരിതം ഓഫ് 2 1 plus s by n ആണ്. അപ്പോൾ നമുക്കൊരു rather than going to the details, s by n എന്നുള്ള വാല്യൂ 1 വരെയാണെങ്കിൽ അപ്പൊ ലോഗരിതം ടു ദ ബേസ് 2 ആണ്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ബി ഇത് 1 ആയി മാറും. അതായത് ചാനൽ ബാൻഡ്വിഡ്ത്തിന്റെ ഫുൾ സാധനം ചാനൽ കപ്പാസിറ്റി ആയിട്ട് കിട്ടും. അപ്പൊ ഒരു പെർഫെക്റ്റ് ചാനൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? s by n 1 ആയിരിക്കും. അത് ഒരു കാരണം s by n 1 ആയിട്ടുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ഈ എടുത്താൽ പോസിബിൾ ആയ. So considering the fact that 70 years എടുത്തു ഈ ഒരു ബാൻഡ്വിഡ്ത്ത് മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പോഴത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഈ s by n ഒരു പെർഫെക്റ്റ് മെഷറിലോട്ട് എത്തിയോണ്ടാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്നാണ് s by n പറയുന്നത്. അപ്പോ അതാണ് അറിയാവുന്ന വരും ദിവസങ്ങളിൽ അതിനെ കുറിച്ച് കൂടുതൽ ചെയ്യുക. അപ്പൊ തേർഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ conversion ചെയ്യുന്നതാണ്. The criterion establishes the condition under which a continuous signal can be sampled and reconstructed without loss of information. അതായത് ഒരു അനലോഗ് സിഗ്നൽ വരെയാണ്. ഇപ്പോ യേശുദാസ് മറ്റേ പാട്ട് പാടും, പിന്നെ ഈ സ്റ്റീഫൻ ദേവസ് ഗിത്താർ വായിക്കുന്ന ആളുകൾ ഇരുന്നിട്ട്, ശമാങ്കുടി വൈദ്യര് വയലിൻ വായിക്കുന്നു, വേറൊരാള് ബാക്ക്ഗ്രൗണ്ട് പുറത്തടിക്കുന്നു. ഈ 4 സ്ഥലത്ത് നിന്ന് ഇത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നൽ ഉണ്ടെങ്കിൽ അത് ഒരു സോങ് ആയിരിക്കുമല്ലോ. അത് 5 മിനിറ്റ് സോങ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യാം, എങ്ങനെ അത് ഫോർവേഡ് ചെയ്യാം, അതൊക്കെയാണ് ഇതിന്റെ ഈ എത്ര സാമ്പിൾ എടുക്കണം. അതായത് നിങ്ങൾ ഒരു അനലോഗ് സിഗ്നലിനെ ഈ അതായത് ഇതിപ്പോ പാട്ടിന്റെ കേസിലാണെങ്കിൽ ഓഡിയോ ഇതാണ്. അപ്പൊ 20 Hz to 20,000 Hz ആണ് അതിന്റെ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, അതിന്റെ റേഞ്ച് ഓഡിബിൾ റേഞ്ച്. അപ്പോ മാക്സിമം ഫ്രീക്വൻസി 20,000 ആണെങ്കിൽ
ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ Nyquist states that the sampling frequency must be at least twice the highest frequency of the signal being sampled. or fundamental frequency എന്ന് അറിയാം. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പോ 20 മുതൽ 20,000 ഹെർട്സ് ആണെങ്കിൽ 40,000 സാമ്പിൾസ് എങ്കിലും വേണം. പക്ഷെ CD ഓഡിയോ അല്ലെങ്കിൽ MP3 ഫയൽസ് 44,100 ബൈറ്റ്സ് ആണ് അവര് പെർ സെക്കൻഡ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഈ 0 മുതൽ 20,000 സ്റ്റോർ ചെയ്യണം. 20,000 സ്റ്റോർ ചെയ്യണമെങ്കിൽ 15 ബിറ്റ് വേണം. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ നമ്മള് പകരം 16 ബിറ്റ് ആയിട്ട് പാഡ് ചെയ്യും. 14 ബിറ്റ് മതി. അതുകൊണ്ട് നമ്മൾ 16 ബിറ്റ് ആയിട്ട് പാഡ് ചെയ്യും. അപ്പൊ 16 ബിറ്റ് സാമ്പിൾസ് 44,100 എടുക്കണം. അതായത് 2 പേജ്. ഒരു സെക്കൻഡില് 88K ഡാറ്റ വരും. അപ്പൊ അത് 10 സെക്കൻഡ് ആകുമ്പോ 880. പിന്നെ അത് 6 ടൈംസ് മൾട്ടിപ്ലൈ 80 മണിക്കൂറാവും, 60 ആവുമല്ലോ. അപ്പോ 5.2 MB പെർ സെക്കൻഡ് വരും. അപ്പൊ ഈ 5.2 പെർ മിനിറ്റ് വരും. അപ്പൊ 5 മിനിറ്റ് സോങ് എന്ന് പറഞ്ഞാൽ 26 MB വരണം. പക്ഷെ പലപ്പോഴും നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് 3 MB 4 MB ഒക്കെ ഫയൽസ് ഉണ്ടാവും. അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറ്റേ സൈലൻസ് ഇപ്പോ ചില പാട്ടുകൾ പാടുമ്പോ ഈ മറ്റേ പോസ് വരും. ചിലപ്പോ 2 സെക്കൻഡ് പോസ് എടുക്കുക അടുത്ത് തന്നെ. അപ്പൊ സൈലൻസ് കംപ്രഷൻ പോസുകളാണ്. പിന്നെ ഈ നോയ്സ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാ. ബാൻഡ് നമ്മള് സോങ്ങിന്റെ ബാൻഡ് ഒക്കെ എടുക്കുമ്പോ ഈ 16 ബിറ്റ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ ക്ലവർ എൻകോഡിംഗ് സ്കീംസ് ഒക്കെ വെച്ചിട്ട് ഈ Nyquist ലിമിറ്റ് ആണ് ഈ അനലോഗ് ടു സിഗ്നൽ ഇതിന്റെ. അപ്പൊ ഇൻഫർമേഷൻ ഒരു ഫണ്ടമെന്റൽ തിയറാണ്. അപ്പൊ അതായത് ഡാറ്റ അല്ലെങ്കിൽ സിഗ്നലിന്റെ സാമ്പിളിങ് തിയറം, അതാണ് ഷാനൺ Nyquist ക്രൈറ്റീരിയ. ചാനലിന്റെ തിയറം, അതാണ് കപ്പാസിറ്റി, സിഗ്നൽ ടു റേഷ്യോ, ബാൻഡ്വിഡ്ത്ത്, അതിന്റെ തിയറം. പിന്നെ എന്താണ് അയക്കുന്നത്, അതിന്റെ ആ ഇൻഫർമേഷൻ കോഡിംഗ്, ട്രാൻസ്മിഷൻ ആൻഡ് ഡീകോഡിങ്ങിന്റെ പ്രഥമ തത്വം അല്ലെങ്കിൽ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഡാറ്റ യു റിക്വയർ ടു എൻകോഡ് എന്നുള്ളതാണ് എൻട്രോപ്പി. അപ്പൊ ഈ 3 ഫണ്ടമെന്റൽ തിയറം ഒരുമിച്ച് സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമല്ല അതിന്റെ എല്ലാ പ്രോബ്ലവും പുള്ളി സോൾവ് ചെയ്തു എന്നുള്ളതാണ് ക്ലോഡ് ഷാനോയുടെ. അയാളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് മനുഷ്യനാണ്. അപ്പൊ നമ്മൾ കണ്ടാലും അറിയാൻ പറ്റും. അപ്പോ ഈ എന്താ പറയുക, ഇൻഫർമേഷൻ റെപ്രസെന്റേഷൻ ആൻഡ് ട്രാൻസ്ഫർ ആണ് അതിന്റെ കോർ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇപ്പോ ലെറ്റ് സയന്റിസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഇറ്റ് നമുക്ക് ഒന്ന് ഡയഗ്രസ് ചെയ്യാം. അപ്പോ ഇതിലോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇൻഫർമേഷൻ തിയറിയുടെ ഈ 3 ഇതും അതിന്റെ റിസൾട്ട്സും എങ്ങനെയാണ് പ്രാക്ടിക്കലി ഫാൻ ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഇൻഫർമേഷൻ റെപ്രസെന്റേഷൻ ആൻഡ് ട്രാൻസ്ഫർ അതൊരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സ്റ്റാൻഡേർഡ് ബോഡീസ്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ക്യാരക്ടർ എൻകോഡിങ്ങിന് ഡൊമിനന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത ബോഡിയുടെ പേരാണ് ANSI. അപ്പൊ ASCII സ്റ്റാൻഡേർഡ് ആദ്യം ഒരു 7 ബിറ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു, പിന്നെ അതൊരു 8 ബിറ്റ് സ്റ്റാൻഡേർഡ് ആയി മാറി. അപ്പോ ഈ 8 ബിറ്റ് സ്റ്റാൻഡേർഡ് ആക്കിയതിന്റെ റീസൺ ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തത് ഈ ഇപ്പോ ANSI ആണ് അമേരിക്കൻ ബോഡിയാണെങ്കിൽ അതിന്റെ ഈക്വലിന്റെ ബോഡിയാണ് ISO. അതേമാതിരി ഇന്ത്യയിലെ ഗവൺമെന്റ് ബോഡിയുടെ പേര് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ISI മാർക്ക് എന്നുള്ളത് നമുക്ക് കാണാം. ഇതൊക്കെ ഗവൺമെന്റ് ബോഡീസ് ആണ്. ജാപ്പാൻ അങ്ങനെ പല രാജ്യങ്ങൾക്കും അവരുടേതായ ഗവൺമെന്റ് ലെവൽ സ്റ്റാൻഡേർഡ് ബോഡീസ് ആണ്. പക്ഷെ ഇന്നിപ്പോ കമ്പ്യൂട്ടിംഗിന്റെ ഡൊമിനന്റ് പ്രൈവറ്റ് സ്റ്റാൻഡർഡൈസേഷൻ ബോഡീസ്. ഇപ്പൊ ECMA, യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, OMG, ഒബ്ജക്ട് മാനേജ്മെന്റ് ഗ്രൂപ്പ്, IEEE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, IETF, ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ട്, ഇവരുടെയൊക്കെ RFCയും സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റേഷൻ വായിക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ തിയറി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. RFC വായിക്കണോ, യു ഷുഡ് നോ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു കമ്പനിയിലെ VP of എഞ്ചിനീയറിംഗ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നത് വെച്ചാൽ കോഡ് ലെവൽ ഇന്റർഫേസ് എന്താണ്, വയർ ലെവൽ പ്രോട്ടോകോൾ എന്താണ്, ഒരു പ്രാതിഭാസിക തലത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവേണ്ട ഒരു വയർ ലെവൽ പ്രോട്ടോകോളിന്റെ ഡോക്യുമെന്റേഷൻ എഴുതുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന എൻക്രിപ്ഷൻ സ്കീം, റൺ ലെങ്ത് എൻകോഡിംഗ്, കംപ്രഷന്റെ ഒക്കെ ഐഡിയ ഇല്ലെങ്കിൽ ഇനി ഈവൻ SSL ഡോക്യുമെന്റ് ഒന്നും വായിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ OMG is famous for അതിന്റെ കോർബ സ്പെസിഫിക് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് ആണ്. UML സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ ആണ്. ഈ
ബിസിനസ് പ്രോസസ് മോഡലിംഗ് നൊട്ടേഷൻ. ശരത്തൊക്കെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് ഹിൽ ബി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അതൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്തത് OMG ആണ്. അപ്പൊ OMGയുടെ കാലങ്ങളായിട്ടുള്ള ഹെഡായിരുന്നു ഡഗ്ലസ് ഷ്മിഡ് ആണ് ഈ അഡാപ്റ്റീവ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ് എന്നുള്ള ലൈബ്രറി എഴുതിയത്. അയാൾ തന്നെയാണ് മറ്റേ ടാവോ ദ എയ്സ് ORB എഴുതിയത്. അത് മാത്രമല്ല, അയാളൊരു കിടിലൻ പ്രൊഫസറാണ്. അയാളുടെ കോഴ്സസ് നെറ്റിൽ അവൈലബിൾ ആണ്. ഡഗ്ലസ് ഷ്മിഡ് അയാൾ അത് മാത്രമല്ല പൊസാം എന്നുള്ള ബുക്കിന്റെ എഡിറ്ററും അതൊരു ഇതാണ്. പിന്നെ ECMA ആണ് ജാവാസ്ക്രിപ്റ്റ്, എക്മാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ C# ഈ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ബോഡി. അവർക്ക് വേറെ സ്റ്റാൻഡേർഡ് ഉണ്ട്. IEEEയുടെ സിഗ്നിഫിക്കന്റ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ലിനക്സിന്റെ, യുണിക്സിന്റെ, ഇനി അമേരിക്കൻ ഗവൺമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ഒരു POSIX സബ് സിസ്റ്റം വേണം. POSIX ഒരു യൂണിക് സ്റ്റാൻഡേർഡ് ആണെങ്കിലും വിൻഡോസിന് പോലും അതിന് സബ് സിസ്റ്റം ഉണ്ട്. വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് ഒക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ ഞാനൊക്കെ കരുതാൻ തുടങ്ങുമ്പോൾ മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ചിരുന്നത് /FP എന്നൊരു ഫ്ലാഗ് ആണ്. ആൾട്ടർനേറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദി പ്രോസസർ, അത് കോ പ്രോസസറിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഓട്ടോഡെസ്ക് ഓട്ടോകാഡ് നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ 386 ഓടിക്കണമെങ്കിൽ എമുലേറ്റർ അല്ലെങ്കിൽ കോ പ്രോസസർ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അന്ന് ഓരോ ലാംഗ്വേജ് അതിൻ്റെതായ ഡെവലപ്മെന്റ് അത് സ്റ്റാൻഡർഡൈസ് ചെയ്തത് IEEE ആണ്. പിന്നെ ഈ ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ആണ് എല്ലാം RC എഴുതുന്നത്. GRPC എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ് ഡോക്യുമെന്റേഷൻ വായിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണം. അത് മനസ്സിലേക്ക് കാര്യമില്ല. ഇനി നമുക്ക് ആസ്കിയെ കുറിച്ച് നമുക്കൊരു ഒരു ഒരു അവലോകനം നടത്താം. അതായത് ആസ്കി ഒരു ക്ലാസിക്കലി ഒരു 7-bit സ്റ്റാൻഡേർഡ് ആയിരുന്നു. അത് 8-bit ആണ് ഉണ്ടാക്കിയത്. അപ്പൊ എക്സ്റ്റൻഡഡ് ആസ്കി അവർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ യൂറോപ്യൻ ലാംഗ്വേജസ് എന്താ പറയാ ഒരു ലാംഗ്വേജ് മയോപ്പിയ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബോഡീസിനുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ സ്വീഡിഷ്, സ്പാനിഷ്, നോർവീജിയൻ ഇങ്ങനത്തെ കീബോർഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അവര് ഈ എക്സ്റ്റൻഡഡ് ആസ്കി ഉണ്ടാക്കിയത്. അപ്പോൾ ആ ലീഡിംഗ് ബിറ്റ് അത്രയും കാലം അതൊരു എറർ ഡിറ്റക്ഷൻ മെക്കാനിസം ഉപയോഗിച്ചിരുന്ന ഡാറ്റ ട്രാൻസ്മിഷനിൽ ലീഡിംഗ് ബിറ്റ് ഓൺ ആണെങ്കിൽ അത് നോൺ ആസ്കി ക്യാരക്ടർ ആണ്. സോ ദാറ്റ് ഹാസ് ബീൻ ഫ്ലാഗ്ഡ് ഔട്ട്. അപ്പോൾ കോഡ് പേജ് എന്ന് പറഞ്ഞ മെക്കാനിസം വെച്ചിട്ടാണ് ഈ എന്താ പറയാ പിൽക്കാലത്ത് യൂണിക്കോഡ് വന്നപ്പോൾ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. പക്ഷെ എങ്ങനെയാണ് ആസ്കി വെച്ചിട്ട് ഈ മൾട്ടി ലിങ്ക് കമ്പ്യൂട്ടിംഗ് ചെയ്തതെന്നുള്ള ശ്രദ്ധിക്കുന്നത് ഇതാണ്. അപ്പോൾ ഒക്ടറ്റായിട്ട് ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 0th ബിറ്റ് ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആസ്കി 8-bit ആയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു വളരെ ബുദ്ധിമുട്ട് അവിടെ വന്നു. അപ്പൊ ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മെയിൽ ഗേറ്റ്വേസ് ഒക്കെ ലീഡിംഗ് ബിറ്റ് 1 ആണെങ്കിൽ സ്ട്രൈക്ക് ചെയ്യും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദി ഫയൽസ് ബൈ ദാറ്റ് ടൈം ബിക്കോസ് ഓഫ് എക്സ്റ്റൻഡഡ് ആസ്കി ലീഡിംഗ് ബിറ്റ് ഓൺ ആണ്. അപ്പൊ ആ ഫയൽസ് അല്ലെങ്കിൽ ആ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോ ഈ അവരുണ്ടാക്കിയ ഒരു മെത്തേഡാണ് base64 UV encode. base64 എൻകോഡിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി മെയിൽ ഗേറ്റ്വേസിന് അല്ലെങ്കിൽ മെയിൽ ഗേറ്റ്വേസിന് ലീഡിംഗ് ബിറ്റ് ഓൺ ആയാൽ എററായിട്ട് ഫ്ലാഗ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ തൗസൻഡ്സ് ഓഫ് ഗേറ്റ്വേസ് ഉണ്ട്. അപ്പോൾ ഈ ഇപ്പൊ ഫയൽ അറ്റാച്ച്മെന്റ് ഒക്കെ അയക്കുന്നു base64 ആയിട്ട് ചെയ്യും. ഒരു സ്ലൈറ്റ്ലി വേരിയന്റ് സ്കീമാണ് UV encode. അത് നമ്മുടെ ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഫിക്സഡ് ലെങ്ത് എൻകോഡ് ക്യാരക്ടർ എൻകോഡിംഗ് സ്കീംസ് കൊണ്ടുവരേണ്ടി വന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമ്മളൊരു ജീനോം ഫയൽ അയക്കുകയാണ്. അപ്പൊ അതില് അഡിനൈൻ, തൈമിൻ, സൈനിൻ, ഗ്വാനിൻ, യുറാസിൽ, സ്പേസ്, ഹൈഫൺ അങ്ങനെ അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ 3+7 ക്യാരക്ടേഴ്സേ അതിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താ പറയാ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോ എന്താ പറയാ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ്കി ഒരു 1 GB ഫയലാണ് ഉപയോഗിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് അയക്കാൻ 1 GB നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് കൺസ്യൂം ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബിറ്റ്സ് ആണെന്നുള്ളത് അവിടെ കിട്ടും. ഇപ്പൊ ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇപ്പൊ ഈ കമ്പ്യൂട്ടേഷൻ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി 6 ബിറ്റ് ഉള്ളതായിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി 1/6 ആവും. അപ്പൊ ലോഗരിതം to the base to 6 വരുമ്പോ സ്ലൈറ്റ്ലി 3 ബിറ്റിന് താഴെ വരും. 3 ബിറ്റ് ഉണ്ടെങ്കിൽ അത് എൻകോഡ് ചെയ്യാം. ഒരു പ്രോഗ്രാമർക്ക് അങ്ങനെ ഒരു ഷാനൻ എൻട്രോപ്പി ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് അത് കണ്ടാൽ അറിയാം. അപ്പൊ എനിക്ക് നമ്മൾ 3 ബിറ്റ് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാല് ഈ 62.5% കംപ്രഷൻ കിട്ടും.
അപ്പോൾ ദാറ്റ്സ് എ ഹ്യൂജ് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സോഴ്സ് കോഡിംഗ് എന്ന് പറയുന്നത്. കിട്ടിയ ഡാറ്റയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. ഇനിയിപ്പോ നമ്മുടെ ക്യാരക്ടർ ഫയലിലാകെ എ എന്നുള്ളൊരു ക്യാരക്ടർ ഉള്ളൂ എന്നായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ബിറ്റ് മതി കംപ്രസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ 2 ക്യാരക്ടർ വന്നാലും 2 മതി, 3 വന്നാലും 2 ബിറ്റ് മതി, 4 വന്നാലും 2 ബിറ്റ് മതി. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ക്യാരക്ടർ എന്താണെന്നുള്ളതിന്റെ ഇതൊക്കെ ഫിക്സഡ് ലെങ്ത് എൻകോഡിംഗ് സ്കീമാണ്. ഓക്കെ, അപ്പോ ഇതൊരു ഇൻഫർമേഷൻ തിയറിയുടെ ഒരു വലിയ ഭാഗമാണ്. ഇനി ഈ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേരിയബിൾ ലെങ്ത് എൻകോഡിംഗ് ഉണ്ട്. അതായത് അതിന് വേണ്ടിയുള്ള 2 മെത്തേഡാണ് ഹോപ്പ്മാൻ എൻകോഡിംഗ്, ഷാനൻ ഫാനും. അതായത് അതിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് കുറച്ച് ബിറ്റ്സ് കൊടുത്തിട്ട് ലെസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് ഓഫിൽ കംപ്രഷൻ കിട്ടും. അപ്പൊ അത് കംപ്രഷൻ മെത്തേഡ് എൻകോഡിംഗ് മെക്കാനിസം ആയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ എങ്കിലും അത് ഈ കംപ്രഷന് കിട്ടും. ഷാനൻ ഫാനോ ആൻഡ് ഈ ഹോപ്പ്മാൻ സിമിലർ അൽഗോരിതമാണ്. ഒരാള് ട്രീ വെച്ചിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഏത് ഈ പ്രിഫിക്സ് പ്രോപ്പർട്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോ ടോപ്പ് ഡൗൺ ആയിട്ട് ട്രീ ഉണ്ടാക്കുന്നതിന് ഷാനൻ ഫാൻ എന്നും ബോട്ടം അപ്പ് ആയിട്ട് ട്രീ ഉണ്ടാക്കുന്നതിന് ഹോപ്പ്മാൻ എൻകോഡിംഗ് ആണ്. അപ്പൊ ഹോപ്പ്മാൻ എൻകോഡിംഗ് ആണ് ഇന്ന് മിക്ക സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഹോപ്പ്മാൻ എൻകോഡിംഗ് ആണ്. അതിപ്പോ അരിത്തമാറ്റിക് കോഡിംഗിന് വഴിമാറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ഹോപ്പ്മാൻ എൻകോഡിംഗ് ഇല്ലാത്ത ഒരു സിസ്റ്റം കാണില്ല. പിന്നെ ബൈനറി കോഡ് ഡെസിമൽ ഒരു മെക്കാനിസം ആണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഹെക്സ് വാല്യൂ, ഇപ്പൊ എഫ് ഇ എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2 ബൈറ്റ് എടുക്കും. പക്ഷെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ എഫ് എന്നുള്ള സാധനം 5 ബിറ്റ് മതി, 4 ബിറ്റ് മതി എൻകോഡ് ചെയ്യാൻ, ഇക്ക് 4 ബിറ്റ് മതി. അപ്പൊ ഏത് ഹെക്സാഡെസിമൽ നമുക്ക് ഒരു ബൈറ്റിൽ പാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വിസിബിൾ ആയിട്ട്, അതാണ് ബൈനറി കോഡ് ഡെസിമൽ. അരിത്തമാറ്റിക് കോഡ് ഒരു എന്താ പറയാ ഈ ബിറ്റ് സീക്വൻസ് ആയിട്ട് ബന്ധമുള്ള ഒരു കോഡാണ്. പിന്നെ ഡിക്ഷണറി കംപ്രഷൻ ഉണ്ട്, LZ ഫാമിലി കംപ്രഷൻ. ഹെൽപ്പ് ഫയൽസ് ഉപയോഗിക്കുന്നത് LZ77 ആണ്. കംപ്രഷൻ ലോ ആണെങ്കിലും മറ്റേ ഡീകംപ്രഷൻ ഫാസ്റ്റ് ആയതുകൊണ്ട് ഹെൽപ്പ് ഫയൽസിനും ഓൺ ദ ഫ്ലൈ ഡീകംപ്രഷൻ വേണ്ട സ്ഥലത്ത് LZ77 ആണ് പ്രിഫേർഡ്. വിൻഡോസിന്റെ കംപ്രസ് എക്സ്പാൻഡ് ചെയ്യിച്ച് LZ77 ആണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ബറോസ് വീലർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ സാധനം ലോസി കംപ്രഷൻ ഫാമിലിയാണ്. നിങ്ങൾ JPEG 2000, JFIF അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വരും. അപ്പൊ കംപ്രഷൻ ഈസ് ആക്ച്വലി കംപ്രഷൻ ആൻഡ് സോഴ്സ് കോഡിംഗ് ഈസ് പാർട്ട് ഓഫ് ദിസ് തിങ്. അനദർ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻക്രിപ്ഷൻ ആണ്. മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്താണ്, അതായത് ഒരു ക്യാരക്ടർ വേറെ ക്യാരക്ടർ വയ്ക്കാം. നമ്മുടെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒരു ബുക്ക് ഉണ്ടാക്കി, അതായത് ഒരു മാപ്പ് ഉണ്ടാക്കി. എല്ലാ ക്യാരക്ടറിനും ഞാൻ വേറൊരു ആൾട്ടർനേറ്റീവിന്റെ സിഗ്മ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നോക്കിയിട്ട് മറ്റേ എൻകോഡ് ചെയ്ത് ഒരു പകുതി ബുക്കായപ്പോ ക്യാരക്ടർ മാപ്പ് എന്തെങ്കിലും പോയി, കുറച്ചൊക്കെ ഓർത്തെടുക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയാണ് ഈ മറ്റേ റോസറ്റ സ്റ്റോൺ ഈ ചിലപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള കഴിവുണ്ട്. എനിക്കിപ്പോൾ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ സീക്വൻസിൽ സാധനങ്ങൾ കിട്ടാൻ പറ്റും. അതായത് എൻ്റെ ഒരു നോട്ട് നഷ്ടപ്പെട്ടു. അതായത് ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാനൊക്കെ മുമ്പ് പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഒരു ക്യാരക്ടർ മാപ്പ് ഉണ്ടാക്കിയിട്ട് ആ ക്യാരക്ടർ മാപ്പിനെതിരെ സാധനങ്ങൾ എൻകോഡ് ചെയ്ത് നോട്ട് ചെയ്തിരുന്നത് നോക്കും. എഴുതാനൊക്കെ അപ്പുറത്തെ ക്യാരക്ടർ സബ്ജക്റ്റ്. അപ്പൊ കാണുമ്പോൾ ഇന്റഗ്രലും ഏതൊരു മാത്തമാറ്റിക്കൽ ഗിവറിഷാന്ന് ആയിരിക്കും. ബട്ട് ആക്ച്വലി അത് ഇത് ചിലപ്പോ എന്ന് വെച്ചാല് ബോർഡർ മിൻഹോഫ് എഫക്ട് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ എഴുതിയിരുന്നു. അപ്പൊ അതാണ് മോണോ ആൽഫബറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ. പിന്നെ ട്രാൻസ്പോസിഷൻ സൈഫർ ഉണ്ട്. ഒരു ലീനിയർ സ്ട്രിങ്ങിനെ 4/3 മെട്രിക്സിലോട്ട് മാപ്പ് ചെയ്യും. അത് 4th ഇത് 5th ക്യാരക്ടർ ഇത് ചെയ്തിട്ട് അതാണ് ട്രാൻസ്പോസിമെട്രിക് ഫോമിലാക്കി ആക്കുന്നത്. പിന്നെ ബ്ലോക്ക് കംപ്രഷൻ ഉണ്ട്, സിമെട്രിക് ഉണ്ട്, അസിമെട്രിക് ഉണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു പാർട്ടായിട്ട് ഇതൊക്കെ വേറെ സബ്ജക്റ്റ് ആയിട്ട് പിൽക്കാലത്ത് മാറ്റി ചെയ്തു. പിന്നെ എറർ കറക്റ്റിംഗ് കോഡാണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻഫർമേഷൻ ഷാനൻ ക്രൈറ്റീരിയ വെച്ചിട്ട് സാമ്പിൾ ചെയ്ത് നിങ്ങൾക്ക് ബിഗ് ഫോമിലാക്കി. ആ ബിഗ് ഫോമിലാക്കിയ സാധനം നിങ്ങൾ സോഴ്സ് കോഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഫിക്സഡ് ലെങ്ത് ആയിരിക്കാം, വേരിയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് എ കംപ്രസ്ഡ് ഫോമിൽ നിങ്ങൾ സ്ട്രീം ആക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് പ്രോട്ടോകോളിലോട്ട് പാസ് ചെയ്യുമ്പോൾ എറർ കോഡ് അല്ല, ഇപ്പൊ പാരിറ്റി ബീറ്റ്, സ്റ്റോപ്പ് ബീറ്റ്, പിന്നെ ചിലപ്പോ CRC സം, ഇതൊക്കെ അതിൻ്റെ കൂടെ വേണ്ടി വരും. അപ്പൊ ആ പാർട്ടാണ് എറർ കറക്ഷൻ. അപ്പോ മറ്റേ ഡാറ്റ എൻകോഡിംഗ് മാത്രമല്ല, എൻക്രിപ്ഷൻ മാത്രമല്ല, എറർ കറക്ഷനും ഉണ്ട്. ഓക്കെ, പിന്നെ മെസ്സേജ് അഡ്ജസ്റ്റ് അൽഗോരിതം മൈൻഡ് ചെയ്യണമെന്ന് പറയാം. ചാനൽ കപ്പാസിറ്റിയെ കുറിച്ച് ഓൾറെഡി സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 1 ആവുന്ന സാധനം ഐഡിയൽ ചാനലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ വരുമ്പോഴാണ് ഈ പല ഇപ്പൊ മിക്ക വയർ ലെവൽ പ്രോട്ടോകോൾസും
ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ ലെവലിൽ വരുമ്പോൾ സിഗ്നൽ പ്രോസസിങ് കൺസെപ്റ്റ്സ് ആയിട്ട് വളരെ നിർവഹിക്കുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ മാനിപ്പുലേഷൻ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇതാണ്. ഈ ഈ ഈ ഡിസ്കഷനുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നത് റോമൻ കോക്ക് എന്ന ഒരാള് ഡിജിറ്റൽ ആ ബുക്കിന്റെ പേര് കാണിക്കുന്നത് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഏജ് എന്നാണ് ആ ബുക്കിന്റെ പേര്. അത് 2000 എഴുതിയതാണ്. അപ്പൊ അതില് 10 ചാപ്റ്ററാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഈ ബുക്ക് ഇത് വളരെ കോസ്റ്റ്ലി, 62 pounds ഒക്കെ പറയണത്, 6200. പക്ഷേ ഇറ്റ്സ് വെൽ വർത്ത് ഇറ്റ്. ബട്ട് ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് ഈസ്, ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ് ഡിജിറ്റൽ ഏജിനെ കുറിച്ച്, സെക്കൻഡ് സെൻസസിനെ കുറിച്ചാണ്, തേർഡ് എന്താണ് അനലോഗ് ഡിജിറ്റൽ കൺവെർഷൻ ഉണ്ടാക്കുക. അവിടെ ശരിക്കും പറയാൻ ഐക്യൂസ്റ്റിന്റെ ഒക്കെ അവിടെ വരുന്നുണ്ട്. അത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെ ഡിജിറ്റൽ ആക്കി, ഈ ക്ലോൺ ഷാനൻ തന്നെയാണ് ബൂളിയൻ ആൽജിബ്രയെ ഒരു സർക്യൂട്ട്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വെക്കാന്നുള്ളത് കണ്ടുപിടുത്തം നടത്തിയത്. അപ്പൊ അതിന്റെ മുകളിലാണ് ഈ ബിറ്റ്സ് എന്നുള്ള പദം ശരിക്കും ഉണ്ടാക്കിയത് ജോൺ ടൂക്കി എന്ന് പറയുന്നത്. ജോൺ ടൂക്കിയാണ് ഈ ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോം അൽഗോരിതം ഉണ്ടാക്കിയത്, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് ഉണ്ടാക്കിയത്. ഇപ്പൊ ഇവരൊക്കെ AT&Tനെ ഒരേ സമയം വർക്ക് ചെയ്തിരുന്ന മൊറാക്കിൽ, ഇപ്പൊ എന്താ പറയുക, GUIയിൽ സെറോക്സും കമ്പ്യൂട്ടർ സയൻസിൽ AT&T ആയിരുന്നു പയനിയേഴ്സ്. ശരിക്കും സി ലാംഗ്വേജ്, യൂണിക്സ് ഒക്കെ അവിടെ നിന്നാണ്. അപ്പോ ഈ GUI മൗസ് പ്രാക്ടിക്കൽ കമ്പ്യൂട്ടിംഗ് സാധനം സെറോക്സ് പാർക്കാണ്. സെറോക്സ് ഒരു മറ്റേ എന്താ പറയാ ഫോട്ടോകോപ്പിംഗ് കമ്പനി മാത്രമല്ല, അവര് സെറോക്സ് പാർക്ക്, സെറോക്സ് പോളോ ആൾട്ടോ റിസർച്ച് സെന്റർ, അതിനെ കുറിച്ചൊക്കെ അറിയാൻ മനസ്സിലാക്കും. അപ്പൊ ഡിജിറ്റൽ ലോജിക്ക്, ഇപ്പൊ എന്താ പറയാ ഈ ട്രാൻസിസ്റ്റർ, അതിൽ നിന്ന് ഡിജിറ്റൽ ലോജിക്ക്, പിന്നെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവൽ, പിന്നെ മൈക്രോ കോഡ്, അങ്ങനെയാണ് എന്താ പറയാ ഈ ഡിജിറ്റൽ ടെക്നോളജി ഇത് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടേഴ്സിൽ കൺവെർട്ട് ചെയ്യുന്നത്. വൺസ് കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവിടെയാണ് ഇൻഫർമേഷൻ തിയറിയുടെ പ്രസക്തി. ലോ ഓഫ് ഇൻഫർമേഷൻ കണ്ടന്റ് നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ലോഗരിതം, മോർ ഫ്രീക്വന്റ് മെസ്സേജ് ലെസ് ദ ഇൻഫർമേഷൻ കണ്ടന്റ് ഇൻ ഇറ്റ്, ഇൻഫർമേഷൻ കണ്ടന്റ് ഓഫ് എ മെസ്സേജും പ്രോബബിലിറ്റി തമ്മിലുള്ള ബന്ധം, അതെങ്ങനെയാണ് ഈ മൈനസ് h എൻട്രോപ്പി ഓഫ് എ മെസ്സേജ് ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ i/n PFI into log 2i എന്നുള്ളത് ആണ് ആ ഫസ്റ്റ് സാധനം. അതെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മളവിടെ കണ്ടു, ഇതിനു മുമ്പ് കണ്ടു. പിന്നെ ചാനൽ കപ്പാസിറ്റി, ഐഡിയൽ ചാനൽ എന്താണ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ്, ഇത് തന്നെ. പിന്നെ ഇൻഫർമേഷൻ സാമ്പിളിങ്ങിനെ കുറിച്ചും ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ കോഡിങ്, ഫിക്സഡ് ലെങ്ത് കോഡ് എന്താണ്, വേരിയബിൾ ലെങ്ത് കോഡ് എന്താണ്, അരിത്തമാറ്റിക് കോഡിങ്, റൺ ലെങ്ത് കോഡ് എന്താണ്, ബ്ലോക്ക്, പിന്നെ ലോസ്ലെസ് കംപ്രഷൻ, അതിനെ കുറിച്ച് ഈ ബുക്ക് പറയുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ട്രാൻസ്മിഷനിൽ കറക്റ്റിംഗ് കോഡ്, പാരിറ്റി സ്കീംസ്, മറ്റേ ചെക്സം, CRC, എൻക്രിപ്ഷൻ. അപ്പോൾ ഈ ഇതിനെ കുറിച്ചൊക്കെ വളരെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അൽഗോരിതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസ് സ്റ്റഡി ഡിസ്കഷൻ ചെയ്യാം. ആസ്കി പണ്ട് 7 ബിറ്റ് ആയിരുന്നു. അപ്പോ ലീഡിങ് ബിറ്റ് ഒക്ടറ്റ് എന്ന് പറഞ്ഞ 8 ക്യാരക്ടർ ടൈം അയച്ചിരുന്നത്. അപ്പൊ അതിനൊരു സ്റ്റോപ്പ് ബിറ്റ് അല്ലെങ്കിൽ ഒരു എറർ കറക്ഷൻ ബിറ്റ് ആയിരുന്നു. കാരണം ആ ബിറ്റ് 1 ആണെങ്കിൽ അവിടെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അത് പാരിറ്റി ബിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം അത് 0 ആണെങ്കിൽ മറ്റേ എന്താ പറയാ, ഇപ്പൊ ഓഡ് പാരിറ്റി ആണെങ്കിൽ മറ്റേ നിങ്ങളുടെ ഡാറ്റയില് 7 ബിറ്റില് ഈവൺ നമ്പർ ആണെങ്കിൽ അവിടെ 1 ആയിരിക്കും. ഇനിയിപ്പോ ഡാറ്റയില് ഓഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആണെങ്കിൽ അവിടെ 0 ആയിരിക്കും. അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് ആസ്കി 8 ബിറ്റ് ആയത്. അപ്പൊ 8 ബിറ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ ഫയൽസോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ 8th ബിറ്റ് ഓൺ ആവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെയിൽ ഗേറ്റ്വേസ് സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെത്തേഡാണ് UUN കോഡ്. അതാണ് സിമ്പിൾ, അതിന്റെ ബേസിക് ഫോർവേഡ് വരാം. UN കോഡ് ചെയ്യണമെന്ന് വെച്ചാൽ 3 ബൈറ്റ് ആയിട്ട് ടൈം എടുക്കും. അപ്പൊ 24 ബിറ്റ് ആയി. അതിനെ 4-6 ബിറ്റിന്റെ ഇൻഡെക്സ് ആക്കി മാറ്റും, അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് മാറ്റും. എന്നിട്ട് അതിനുള്ള 32 അടിച്ചിട്ട് എമിറ്റ് ചെയ്യും. അപ്പൊ 3 ബൈറ്റിന് 4 ബൈറ്റ് ഉണ്ടാവുമെങ്കിലും അതിന്റെ ഫോളോ ഔട്ട് എന്താ വെച്ചാൽ ലീഡിംഗ് ബിറ്റ് എപ്പോഴും 0 ആയിരിക്കും. സോ ദാറ്റ് മെയിൽ ഗേറ്റ്വേസ് വിൽ ആക്ച്വലി ആക്സെപ്റ്റ് ഇറ്റ്. എന്നിട്ട് ബേസിക് സ്ട്രിമർ എടുക്കുന്നത് ഒരു വേറെ അപ്രോച്ചാണ്. ആസ് യൂഷ്വൽ അത് 3 ബൈറ്റ് എടുക്കും. എന്നിട്ട് ഈ ബൈറ്റിനെ മറ്റേ ആ ടേബിളിൽ ഇൻഡെക്സ് ചെയ്ത് നോക്കും. ഏതാ മറ്റേ ഒരു ടേബിൾ ഉണ്ട്, അതായത് ക്യാപിറ്റൽ A to Z ഉണ്ട്, സ്മോൾ A to Z ഉണ്ട്. അപ്പൊ 52 ആയി. പിന്നെ 0 to 10 ഉണ്ട്, അതായത് 0 to 9.
അപ്പോൾ 62 പിന്നെ പ്ലസ് മറ്റേ ഡിവൈഡാണ് അതിന്റെ ഈ 64 ക്യാരക്ടർ സെറ്റ്. അപ്പോൾ ഈ 6 ബിറ്റ് എന്ന് പറയുമ്പോൾ 0 to 63 ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഇൻഡെക്സ് ആയിട്ട് ആ ക്യാരക്ടർ എമിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പണ്ട് മെയിലൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ മെയിലിന് 10 ആണ് സൈസ് എങ്കിൽ 6.5 7 MB ഫയൽ വിടാൻ പറ്റുള്ളായിരുന്നു. കാരണം 7 MB വരുമ്പോൾ 64 10 MB ആവും. അത് പലപ്പോഴും മണ്ടറൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെയാണ് സ്പ്ലൈസിങ് സോഫ്റ്റ്വെയർ ഒക്കെ വന്നത്. അപ്പോൾ UL കോഡ് വന്ന് 32 ആഡ് ചെയ്യുന്നു, ബേസ് 64 ഇത് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്ട് ഇലക്ട്രോണിക്സിനും കമ്പ്യൂട്ടർ സയൻസിനും ഓപ്ഷണൽ പേപ്പർ ആയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഈവൻ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇതെടുത്ത് നോക്കാൻ കാരണം. അപ്പോ ഈ ഇടയ്ക്ക് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ലൂസായിട്ട് സംസാരിച്ചപ്പോ ഐ പ്രാക്ടിക്കലി എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഡിഫൈനിങ് ദിസ് സബ്ജക്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷണൽ വർക്കിൽ പല സ്ഥലത്ത് മാർക്കുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ തിയറി ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇപ്പോ ഇതിലെ പല അൽഗോരിതംസും വരും ദിവസങ്ങളുടെ സീല് ഇപ്പോ ഫോർ എക്സാമ്പിൾ ബിറ്റ് ലെവൽ IO ചെയ്യേണ്ട ആവശ്യം കംപ്രഷനിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഈവൻ പ്രോഡക്റ്റ് കോഡ് വരെ എൻകോഡ് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ കുറെ എന്താ പറയാ, ഇറ്റ് ഓപ്പൺസ് അപ്പ് ഡോർ ടു ലോട്ട് ഓഫ് തിങ്. പിന്നെ ഇൻഫോർമേഷൻ തിയറിയുടെ പല ഇൻഫോർമേഷൻ എൻട്രോപ്പി, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ് അങ്ങനത്തെ അൽഗോരിതം മെഷീൻ ആണെങ്കിലും ഇൻഫോർമേഷൻ തിയറി ഈസ് ആക്ച്വലി പ്ലേയിങ് എ ഗ്രേറ്റ് റോൾ. അപ്പൊ ഇതൊരു പിന്നെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇവിടെ എന്താ പറയാ കമ്പ്യൂട്ടർ സയൻസ് എല്ലാത്തിന്റെയും ഒരു എന്താ പറയാ ഒരു കോമൺ ഗ്രൗണ്ട് ഇതിലുള്ളത് കൊണ്ട് I think this is actually a very important topic which everyone should know. That's why we are discussing it. Now floor is open for discussion. ഇല്ല, ഇത് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ്, പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. പക്ഷെ ഇത് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സെഷന്റെ ഉദ്ദേശം. ഞാൻ ഇത് പഠിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ പ്രോട്ടോകോളിന്റെ 5 പ്രോട്ടോകോളിന്റെ RFC എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ RFCയുടെ പ്രശ്നമുണ്ട് കേട്ടോ. ഒരു RFC പോകുമ്പോൾ വേറെ RFCയിലോട്ട് ലിങ്ക് ഉണ്ടാവും. ചിലപ്പോ 17 RFC ഒക്കെ പഠിച്ചാൽ STP 1.1 ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഇൻഫർമേഷൻ തിയറി ഒരു മസ്റ്റ് ആയിട്ട് വരും RFC മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇതൊന്നും പഠിക്കാതെ മറ്റേ പല പേപ്പറുകൾ വായിക്കുന്നത് എന്തായാലും മനസ്സിലാക്കേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല, വായിച്ചൊന്നും പറയാനല്ലാതെ. അപ്പൊ അതാണ് അതിന്റെ ഈ സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ മാജിക് നമ്പർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതാണ്. അതായത് ഡാറ്റ ക്രഞ്ച് പറഞ്ഞു അല്ല, അതായത് മറ്റേ ഈ പേലോഡ് സൈസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ടൈമിൽ യൂസ് ചെയ്തിരുന്ന ടെക്നിക്കാണല്ലോ. അതായത് ബിറ്റ് ഓൺ ആണോ ഓഫ് ആണോ നോക്കാം. അതെ അതെ, അല്ല അത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാനിത് എൻകൗണ്ടർ ചെയ്യുന്നത് RS-232 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് 232. അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ USB-ക്ക് മുമ്പ്, USB വന്നത് ഇപ്പൊ ഞാനൊക്കെ കെയർ തുടങ്ങിയതിന് ശേഷമാണ്, 2000 ഒക്കെ കെയർ ആക്റ്റീവ് ചെയ്തത്. അപ്പൊ അതിന് മുമ്പ് യൂണിവേഴ്സൽ സീരിയൽ ബസ്സിന് മുമ്പ് RS-232 അല്ലെങ്കിൽ RS-485 അതൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷനിലോ സീരിയൽ കേബിളിലൂടെ ഡാറ്റ വിടുക എന്നുള്ളതാണ്. ഇപ്പൊ മോഡോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് അതാണ്. അപ്പൊ അതിലിപ്പോ നമ്മള് ഈ മറ്റേ പോർട്ട് സെറ്റ് ചെയ്യാം, നമുക്ക് MS-DOSിലൊക്കെ കമാൻഡ് അടിച്ച് ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ സ്റ്റോപ്പ് ബിറ്റ് ഉണ്ടോ എന്ന്. അപ്പൊ 10 ഒരു ബൈറ്റ് ഒരു ഒക്ടറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി 2 എക്സ്ട്രാ ബൈറ്റ് വരുമായിരുന്നു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 64 കിലോ ബിറ്റ്സ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് 8 വെച്ചല്ല ഡിവൈഡ് ചെയ്യുന്നത്, 10 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. 10 ബിറ്റ് ആയിരിക്കും വരുന്നത് ഒരു ക്യാരക്ടറിന്. ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ അപ്പൊ അത് അയക്കുമ്പോ എന്തൊക്കെയെന്ന് വെച്ചാല് ഇപ്പൊ
ഒരു ബിറ്റ് മറ്റേ സ്റ്റോപ്പ് ബിറ്റ്, ഒരു ബിറ്റ് പാരിറ്റി ബിറ്റ്. അപ്പോ ഡാറ്റയില് ഇപ്പൊ ഓഡ് പാരിറ്റിയെ സെറ്റ് ചെയ്തേക്കണെങ്കിൽ ഡാറ്റയില് നിങ്ങൾക്ക് മറ്റേ ഓടാ വന്നേക്കണെങ്കിൽ ആ ബിറ്റ് 0 ആയിരിക്കും. പക്ഷെ ഡാറ്റയില് ഈവൺ നമ്പർ ഓഫ് ബിറ്റ് ഓൺ ആണെങ്കിൽ അത് ഓൺ ആക്കിയിട്ട് അത് 0 ആക്കും. പിന്നെ സ്റ്റോപ്പ് ബിറ്റ് ഒരു പാഡിങ് മാതിരി വെച്ചിരുന്നത്. അപ്പൊ അതാണ് എന്റെ, അപ്പൊ അത് വെച്ചിട്ട് എറർ മോസ്റ്റ് കേസിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ ഇത് ഒരു നിങ്ങൾക്ക് എക്സോസ്റ്റീവ് സാധനം വേണമെങ്കിൽ അതിന്റെ മുകളിലത്തെ പ്രോട്ടോകോൾ, ഇതിപ്പോ ഒരു ക്യാരക്ടർ അയക്കുന്നതല്ലേ. അപ്പൊ ഒരു ബഫർ അയക്കുമ്പോ ആ വയറിലുള്ള പ്രോട്ടോകോളായി പറഞ്ഞത്. പക്ഷെ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ലെവലിൽ അയച്ച കഴിഞ്ഞാൽ CRC അയച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് വരുമ്പോ ഇവിടെ ബിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. അപ്പൊ ആ പ്രോബ്ലം ഇനിയിപ്പോ CRCയുടെ മുകളിൽ റിലയബിൾ, ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അവിടെ റിലയബിൾ അല്ലെങ്കിൽ അതിന്റെ മുകളിലത്തെ മറ്റേ ഫയൽ ഫോർമാറ്റ് ലെവലിലോ അല്ല പ്രോട്ടോകോൾ ലെവലില് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ അത് ഒരു 10 ബിറ്റ് ആഡ് ചെയ്യണായിരിക്കും അത്, മനസ്സിലായി? ഒന്നുകൂടി പറഞ്ഞാൽ കേട്ടില്ല. 10ാമത്തെ ബിറ്റ് അങ്ങനെ, അതായത് നെക്സ്റ്റ് ക്യാരക്ടർ ആണെന്ന് അത് വേണ്ടാന്ന്. മനസ്സിലായി. അപ്പൊ അത് അല്ല, അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ബൈനറി ഇത് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് അവിടുത്തെ ഇതിന്റെ ഒരു ഇത് ഹാർഡ്വെയർ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ വേണം, ബൗണ്ടറി. അതാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 ബിറ്റ്സ് ഒക്കെ അയക്കാം. അതെ, അതാണ് ആലോചന. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാം സോഫ്റ്റ്വെയർ സ്റ്റാൻഡ് പോയിന്റിൽ ആ പ്രശ്നം കാണുന്നില്ല. ബഫർ ഫില്ല് ചെയ്ത് കിട്ടുന്ന വരെയാണല്ലോ ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല, അത് എന്താ അറിയോ, സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുമ്പോ ഇപ്പൊ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ MS-DOS എന്തും ചെയ്യാം. അതായത് ഡയറക്റ്റ് ഹാർഡ്വെയർ പ്രോഗ്രാം ചെയ്യാം. അതായത് ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ ഇല്ല അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പെടാറുണ്ടോ? അപ്പൊ ഈ ഇപ്പൊ എങ്ങാനും ഡിവൈസ് ലാച്ച് ആക്സസ് ബിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ മെഷീൻ ഹാങ് ആവുന്നു. അല്ല, ഈ നമ്മള് സാർ ഈ GPIO പിന്നൊക്കെ ഇല്ലേ ഇപ്പൊ നമ്മുടെ റാസ്ബെറി പൈ ഇതിലൊക്കെ, അപ്പൊ അവിടേക്ക് ഇതുപോലെ സ്റ്റോപ്പ് ബിറ്റ്സ് ഒക്കെ ഉണ്ടാവല്ലോ അതിന്റെ കമ്മ്യൂണിക്കേഷൻ. അല്ല, അത് ഡാറ്റ ലിങ്ക് ലെയറിലുണ്ടാവും. അത് ഈ OS ലെയറിൽ ഇത് നല്ല ബന്ധമുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഹാർഡ്വെയർ മോഡുലേറ്റ് ചെയ്ത് വിടുന്ന സാധനമല്ലേ, ആ ഡാറ്റ ലിങ്ക് ലെയറിൽ ഈ ഇതിന്റെ അയ്യരുകളിരിക്കും. അപ്പൊ 8 ബിറ്റ് ആക്കി കഴിഞ്ഞപ്പോ 8 ബിറ്റ് ആക്കിയാണ് എക്സ്റ്റെൻഡഡ് ASCII എന്ന് പറയണേ. അപ്പൊ അതായി കഴിഞ്ഞപ്പോ റോ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് പോസിബിൾ അല്ലാതായി മാറി, എൻകോഡിങ് വേണ്ടി വന്നു. അതെ. അല്ല, അത് എന്താന്ന് പറയാ, വന്ന എക്സ്റ്റെൻഡഡ് ASCII എന്ന് പറഞ്ഞില്ലെങ്കിലേ പല പ്രൊഡക്ട്സിനും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു, ലീഡിങ് ബിറ്റ് ഓൺ ആവാൻ വേണ്ടി, മനസ്സിലായ? അപ്പൊ എടുത്തു പറയും എക്സ്റ്റെൻഡഡ് ASCII ആണെന്ന്, മനസ്സിലായ? യൂണിക്കോഡ് വന്നപ്പോഴാണ് അത് ഔട്ട് ഓഫ് ഫേവർ ആയത്. അതായത് അപ്പൊ ടെക്നിക്കലി ശരിക്കും പറഞ്ഞ എക്സ്റ്റെൻഡഡ് ASCII വന്നു കഴിഞ്ഞപ്പോ ഒരു ബൈറ്റ് അയക്കണമെങ്കിൽ 2 ബൈറ്റിന്റെ ഈക്വലന്റ് സ്ട്രക്ചർ അയക്കണം. അങ്ങനെ അയക്കേണ്ട ഗതികേടിലോട്ട് എത്തി, മനസ്സിലായില്ലേ? അതായത് ആ ബിറ്റ് ഓൺ ആയിട്ട് നമ്മൾ അടുത്തയിലേക്ക് എടുത്തിട്ട് പാഡ് ചെയ്ത് അയച്ച 16 ബിറ്റ് ആവൂലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു എർഗണോമിക് സ്കീമാണ് ഇപ്പൊ ബേസ്ഡ് മറ്റേ 128 ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ബിറ്റ് അത്രേ കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? കൂടുതൽ വരും. അപ്പൊ 7 ബിറ്റിന്റെ പറഞ്ഞു. അല്ല, ഈ ഇപ്പൊ ബേസ് 64 മറ്റേതൊരു കംപ്രഷൻ സ്കീം അല്ലല്ലോ, അതൊരു എൻകോഡിങ് സ്കീമാ. അപ്പൊ അവര് കണ്ടുപിടിച്ച സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN കോഡിനൊക്കെ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൽ പെർമിസിബിൾ റേഞ്ചിലെ ഡാറ്റ വരും. അതിനൊരു ചരിത്രപരതയുണ്ട് ശരിക്കും പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ബേസ് 64 ലൂസ്ലി കപ്പിൾഡ് സർവീസിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ക്ലയന്റും സെർവറും ഇൻഡിപെൻഡന്റ്ലി ചെയ്യണമെങ്കിൽ വയർ ഒപ്പയൊക്കെ ആയിരിക്കണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വയറില് മാറ്റം ഉണ്ടാവില്ല, ആ പ്ലഗിൻ മാറുള്ളൂ 2 സൈഡിലും. അപ്പൊ അത് പാടില്ല എന്ന് പറയുന്നത് മാർട്ടിൻ ഫോളർ ഒക്കെ എഴുതിയേക്കണം. അപ്പൊ അതിന്റെ പേരിൽ പുകയിലുണ്ടായിട്ടുണ്ട് പല കമ്പനിക്ക് പോകുമ്പോ. സ്ട്രോങ്ലി ടൈപ്ഡ് സർവീസ് വേണോ,
അപ്പൊ base64 പിന്നെ ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ ചാനൽ നമുക്ക് ചാനൽ അബ്സ്ട്രാക്ട് ഔട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ പിന്നെ അവർക്ക് മിണ്ടാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഇന്റർഫേസ് ഉണ്ടാക്കിയ പോലെ ഐ സെന്റർന്നോ ഐ റിസീവർന്നോ 2 ഇന്റർഫേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് ഇപ്പൊ ഏത് ചാനൽ എടുത്താലും എന്താ base64 ചാനൽ വേണോ ക്ലിയർ ടെക്സ്റ്റ് ചാനൽ വേണോ എന്നുള്ളത്. ഇതൊരു ഇത് ഇപ്പൊ ഇതിന് ഒരു കോഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ അല്ല, പല ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. base64 ഇങ്ങനെയാണ് വർക്ക് ചെയ്യണത്, UN കോഡ് എന്നുള്ള ഇതുണ്ടായിരുന്നു. ഇനിയിപ്പോ ബ്ലോക്ക് ചെയിനിൽ ബേസ് 58 ഉപയോഗിക്കണേ, മനസ്സിലായ? അപ്പൊ ഏതാണ് അവർക്ക് പ്രോബ്ലം കണ്ട 6 ബിറ്റ് 6 ക്യാരക്ടേഴ്സ് അത് തപ്പി നോക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോഴാണ് 6 ബിറ്റ് ഉപയോഗിക്കണ്ടാവും. കാരണം 5 ബിറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഈ മറ്റേ അതായത് base64 എൻകോഡിങ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും ലാഭിച്ചത് അതായത് 7 ബിറ്റ് വെറുതെ കിടക്കില്ല, 3 എടുത്തു കഴിയുമ്പോൾ അവർ ഫുൾ അതായത് എൻകോഡിങ് വരുമ്പോൾ ലാഭമാണ്, അത് 2 ബിറ്റ് വെച്ച് അയക്കണേക്കാൾ ലാഭമാണ്. അതെ, 2 ബൈറ്റ് അയക്കുന്നതിനേക്കാളും എർഗണോമിക് ആണ്. അതായത് ഈ കോഡിംഗ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവർ കണ്ടതാണ്. പക്ഷെ അതിപ്പോ ഇന്ന് വന്ന് ഇപ്പൊ എല്ലായിടത്തും ബൈനറി ഡാറ്റ അയക്കുന്ന സ്ഥലത്തൊക്കെ അത് വന്നില്ലേ. അതെ. അപ്പോൾ ഈ മറ്റേ HTTP 1.1 ഒക്കെ 1 ടെക്സ്റ്റ് ബേസ്ഡ് ആവാനുള്ള കാരണം എന്താ? അല്ല, അത് ബൈനറി ഡാറ്റ വന്നു കഴിഞ്ഞാൽ ലിറ്റിൽ എൻഡിയൻ ബിഗ് എൻഡിയൻ പ്രോബ്ലം വരും. അതായത് സെർവേഴ്സ് തമ്മിൽ അസംഷൻ അഗ്നോസ്റ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല അവർക്ക്. വേറെ മാർഗം ഉണ്ടായില്ല. ഇപ്പൊ അത് തന്നെ ഇപ്പൊ എഫ്സിഡി ഗേറ്റ്വേ ഉണ്ടെങ്കിലും അല്ല, പക്ഷെ അതൊരു പാക്കറ്റ് ഡിസൈൻ ചെയ്താൽ പോരായിരുന്നു, ഒരു മറ്റേ പാക്കറ്റ് ഡാറ്റ ഫോർമാറ്റ് ചെയ്ത്. എനിക്ക് അങ്ങനെ അത് എന്തിന് ഇപ്പൊ അങ്ങനെ ഒരു സിമ്പിൾ ടെക്സ്റ്റൽ പ്രോട്ടോക്കോളാക്കി തിരിച്ചു നോക്കി അത് എന്നാണ് എലഗന്റാന്ന് നോക്കുന്നത്. ശരിയാണ്, അത് അയാളോട് തന്നെ ചോദിക്കണം എന്തിനാണ് പുള്ളി അത് ചെയ്തതെന്ന്. അങ്ങനെയല്ല, സാറിന്റെ സ്റ്റോറീസ് ഉണ്ടോന്നാണ്. എല്ലായിടത്തും സാറ് സ്റ്റോറി ഉണ്ടാക്കിയിട്ടില്ലല്ലേ? അല്ല, ഞാൻ നമുക്ക് അല്ല എന്തെങ്കിലുമൊക്കെ ഈ ഗതികേടിന്റെ പേരോ മനസ്സിലായി ഇന്നോവേഷൻ പറയില്ലേ നമ്മള്. അല്ലല്ല, പിന്നെ ഇവരൊക്കെ ക്ലീൻ റൂം എഞ്ചിനീയേഴ്സ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്, കാരണം വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണല്ലോ. അതെ, അത് ഭയങ്കര ഇവര് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ചിലപ്പോ ഈ കമ്പ്യൂട്ടർ സയൻസിലെ പൊട്ടന്മാർക്ക് കണ്ടുപിടിക്കാത്തൊക്കെ ഇവര് കണ്ടുപിടിക്കും. പൊട്ടന്മാരെന്ന് ഉദ്ദേശിച്ച കോട്ടൺ കോട്ട് പൊട്ടന്മാര്. അതായത് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് വേറൊരു ഇതിന്റെ നീഡ് വന്നതെന്ന് വെച്ചാല് ഞാൻ ഈ ഫയൽ ഫോർമാറ്റ് മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് BMP ഫയൽ റീഡ് ചെയ്യണം, PCX റീഡ് ചെയ്യണം. അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ PNG റീഡ് ചെയ്യണമെങ്കിൽ LZW അറിയണം. ഇനിയിപ്പോ കംപ്രസ് എക്സ്പാൻഡ് ഫയലിന്റെ ആർക്കിടെക്ചർ അറിയണമെങ്കിൽ LZ77 അറിയണം. വിൻഡോസ് ഹെൽപ്പ് ഫയലിന്റെ അതാണ്. അപ്പൊ അങ്ങനെ പിന്നെ അറിയാലോ, മാർക്ക് നെൽസന്റെ ഒരു ബുക്ക് ഉണ്ട്, ഡാറ്റ കംപ്രഷൻ ബുക്ക്. അപ്പൊ അത് അതിന്റെ ഫസ്റ്റ് എഡിഷനും സെക്കൻഡ് എഡിഷനും സെക്കൻഡ് എഡിഷനിലാകെ എക്സ്ട്രാ വേവ്ലെറ്റ് ഫ്രാക്ടൽ കംപ്രഷൻ ഒരു എക്സ്ട്രാ ചാപ്റ്റർ ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ നത്തിങ് മച്ച് ടു ബി ഡിസൈഡ്. അപ്പൊ ആ ബുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് കംപ്രഷൻ നല്ലൊരു C++ പ്രോഗ്രാമർ ആണെങ്കിൽ കംപ്രഷൻ അറിയണമായിരുന്നു. പക്ഷേ ഇപ്പൊ കംപ്രഷൻ അറിയാവുന്ന പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ അൽഗോറിതംസ് ഒക്കെ എന്റെ കാലത്ത് ഞാൻ പഠിച്ച ആരെയും കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ തന്നെ ഈ മാർക്ക് നെൽസൺ അല്ലെങ്കിൽ പഠിക്കാമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൻഡ്രൂ ബിൻസ്റ്റോക്കും റെക്സ് സംബടി എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, അൽഗോറിതം ഫോർ പ്രോഗ്രാമേഴ്സ്, ദാറ്റ് കണ്ടെയ്ൻസ് സം കോഡ്. പിന്നെ ഈ ഒരു ഫേമസ് ബുക്ക് ഉണ്ടായിരുന്നു ജോ ക്യാമ്പലിന്റെ, അത് ദാറ്റ് യൂസ് ടു പ്രോട്ടോകോൾസിനെ കുറിച്ചൊക്കെ.
സി പ്രോഗ്രാമേഴ്സ് ഗൈഡ് ടു സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതൊരു സാംസങ്ങിന്റെ ബുക്ക്, ജോ ക്യാമ്പലിന്റെ. ഇതൊരു തടിയ ബുക്ക്. ബെഡ് സൈഡ് റീഡിങ്ങിനൊക്കെ പറ്റിയതാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് RS-232 കോഡ് ചെയ്യണം. അതൊരു സംഭവം നടന്നു. അതായത് കൊച്ചിയിലെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളി ഒരു ബുള്ളറ്റിൻ ബോർഡ് സിസ്റ്റം തുടങ്ങി, മനസ്സിലായില്ലേ? അപ്പൊ എക്സ്റ്റൻഡ് BBS എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാ പുള്ളി ചെയ്തെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോയപ്പോ ഇത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു. ടെർമിനൽ എലിമിനേഷനിലൊക്കെ അങ്ങനെ ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ ഈ മറ്റേ IBM PC-യുടെ ഇപ്പൊ ടെൽനെറ്റ് വർക്ക് ചെയ്യുമ്പോ ആട്രിബ്യൂട്ട് ബിറ്റ് ഉണ്ട്, ഡാറ്റ ബിറ്റ് ഉണ്ട്. അപ്പൊ ആട്രിബ്യൂട്ട് ബിറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ പ്രോട്ടോകോൾസ് ഒക്കെ നോക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ഈ IBM-ന്റെ VNC വ്യൂവർ എങ്ങനെയാണ് റെൻഡർമാൻ ഇന്റർഫേസ് ബൈ സ്ട്രീം കംപ്രസ് ചെയ്ത് അയച്ചിരുന്നത്, ഡിഫറൻഷ്യൽ ഗ്രാഫിക്സ് കംപ്രഷൻ. അപ്പൊ മോസ്റ്റ്ലി ബിറ്റ് ലെവലിൽ കളിക്കണം. അപ്പൊ അങ്ങനെ ഇതിന് ഇൻട്രസ്റ്റ് വരും. ഡാറ്റ എങ്ങനെ പാക്ക് ചെയ്ത് അയക്കാം. പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട്, കളർ ക്വാണ്ടൈസേഷൻ. ഇങ്ങനെ എന്താ പറയാ, പല പാലറ്റ് എങ്ങനെയാണ് ഒരു ഫുൾ കളർ ഇമേജ് പാലറ്റൈസ്ഡ് ആക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഈ ബിറ്റ് ഫിൽറ്ററിങ്ങും ഈ ടൈപ്പ് തിങ്കിങ് വരും, CRC. അപ്പൊ അതൊരു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ല, ഇതിന്റെ ഒരു ഇത് വെച്ചപ്പോ ക്ലിക്ക് ഹൗസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് എഞ്ചിനില്ലേ, ഇതില് മിക്ക സാധനത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോ നമ്മളെങ്ങനെ പ്രോട്ടോകോൾ ഇന്റർസെപ്റ്റ് ചെയ്യും, അതെങ്ങനെ പ്രോട്ടോകോൾ റിപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ നോളജ് വേണം. പക്ഷെ അതില്ലാത്തതിന്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടാവുമായിരുന്നു എനിക്ക്, മനസ്സിലായല്ലേ? അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ഒരു പിന്നെ ഇത് പഠിച്ചിട്ട് ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരത് ചെയ്യുള്ളത്. ഞാനിതിനെ കാണുന്ന വെച്ചാല് റീസണിങ് കപ്പാസിറ്റി കൂടും, ലേബലല്ല അത്. ശരി, മനസ്സിലായില്ലേ? അല്ല, ആ മോഡൽ എടുത്തിട്ട് കാര്യമുള്ളത്. അതെ അതെ. ക്ലിക്ക് ഹൗസിന്റെ ഡാറ്റ കംപ്രഷൻ അൽഗോരിതം ഭയങ്കര ഇത് വയറിലെ അവര് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ അൽഗോരിതം ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ അത് ഒരു ഞാൻ കോഡ് നോക്കിയാൽ ക്രാക്ക് ചെയ്തു. പക്ഷെ അതിന്റെ പുറകിൽ ഒരു പർട്ടിക്കുലർ വെല്ലോൺ അൽഗോരിതം ആയിരുന്നു. ഇതിന് കുറെ ഈ ഡാറ്റ കംപ്രസ് ചെയ്യാനൊക്കെ കുറെ കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഞാൻ ഒരു എന്താ എൻകോഡിങ് ആയിരുന്നു അത്.
കംപ്രഷൻ അല്ല, ഒരു പെർട്ടിക്കുലർ അൽഗോരിതം ഉണ്ടായിരുന്നുണ്ടോ? അതായത് അവരെന്താ എഴുതുക വെച്ചാലേ, ഇന്ത്യ നമുക്ക് 64 ബിറ്റ് വരെ വരാമല്ലോ. അവരെന്ന് വെച്ചാൽ ലീഡിങ് ബിറ്റ് ഉണ്ടല്ലോ, 1 ആക്കിയിട്ട് കഴിഞ്ഞാല് മോർ ഡാറ്റ ഈസ് യെറ്റ് ടു കം ആണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാല് നിങ്ങൾക്ക് 127 താഴെ ഉള്ള ഡാറ്റ എൻകോഡ് ചെയ്യണമെന്ന് വെച്ചോ, അവര് ലീഡിങ് ബിറ്റ് 0 ആക്കി ഇടും. അപ്പൊ അടുത്ത 7 ബിറ്റ് ആണ്. ഇനിയിപ്പോ ലീഡിങ് ബിറ്റ് 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? തൊട്ടടുത്ത ബിറ്റിലെ ഡാറ്റയാണ്, ബൈറ്റിലെ ഡാറ്റയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് 235 എൻകോഡ് ചെയ്യണമെങ്കിൽ 2 ബൈറ്റ് മതി, അല്ലെങ്കിൽ 8 ബിറ്റ് എടുക്കൂലേ. അപ്പൊ മിക്ക ഡാറ്റയും, അപ്പൊ അവർക്ക് 50% കംപ്രഷൻ ഓൺ ന്യൂമറിക് ഡാറ്റ അഷ്യൂർഡ് ആണ് മിക്ക സ്ഥലത്തും. അപ്പൊ അതൊരു ഭയങ്കര അപ്പൊ അവര് മിക്ക ഡാറ്റയും ആ ഫോർമാറ്റിലേക്ക് എൻകോഡ് ചെയ്തിട്ട്, അപ്പൊ അതിന്റെ പ്രശ്നം പ്രോട്ടോകോൾ എഴുതുമ്പോ ഡാറ്റ ലേക്ക് എന്നാണ് വിളിച്ചിരുന്നത്. നമുക്ക് ബൗണ്ടറി കണ്ടുപിടിക്കാൻ പറ്റില്ല, പാഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ 0 ഇട്ട് 2 ബിറ്റില് ഡാറ്റ എൻകോഡ് ചെയ്തു, അപ്പൊ നെക്സ്റ്റ് ബിറ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ അറിയും പാർസറിന്? അല്ല, അത് ബൈറ്റ് തന്നെ, അത് പാർസർ കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓഫ്സെറ്റില് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് എൻകോഡ് ചെയ്തേക്കുന്നത്. ഇന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയണം പൊസിഷൻ ഓഫ് ദാറ്റ്. അപ്പൊ അതുകൊണ്ടാണ് വൺ ഓഫ് ദി ലൗസിയസ്റ്റ് ആൻഡ് വൃത്തിയായിട്ട് വാല്യൂ ഫോർമാറ്റ് എന്റെ ലൈഫിൽ ഞാൻ കണ്ടത്. സാർ, അപ്പൊ ഈ ടൈപ്പിന്റെ പോയിന്റേഴ്സ് ഹെഡറിലുണ്ട് എന്താണെങ്കിലും? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഹെഡറിന്റെ മറ്റേത് മാതിരി നമുക്കൊരു ഹെഡർ ഒന്നും ഓവർലേ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കംപ്രഷൻ കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടേ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അതായത് ഹെഡറിൽ നിന്ന് പോയിന്റ് ഉണ്ടാവുള്ളൂ, പോയിന്റർ, അതായത് പൊസിഷനെ ഓഫ്സെറ്റ് ഉണ്ടാവുള്ളൂ നമുക്ക്. അല്ല, ഓഫ്സെറ്റ് സ്റ്റാർട്ടിങ് ഓഫ്സെറ്റ് ഉണ്ടാവും. അതെ, പിന്നെ അവിടെ നിന്ന് നമ്മള് എത്ര റെക്കോർഡ് ഉണ്ടോ അത്രയും പാഴ്സ് ചെയ്ത് പോണെന്ന്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാക്കറ്റ് പലതായിട്ട് വരുമല്ലോ, ഒരു ഇന്റർസെപ്റ്റിംഗ് ലെയർ ചെയ്തിട്ട് അവിടെ സീക്വൻസ് നമ്പറും പാക്കറ്റിന്റെ സൈസ് ഒക്കെ ഫിറ്റ് ചെയ്തപ്പോ എനിക്ക് വേണമെങ്കിൽ, നമ്മൾ ചില ജീവികൾ കണ്ടിട്ടുണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ കാലുറക്കാതെ മുകളിൽ പോകണ കണ്ടിട്ടുണ്ടോ? അതേമാതിരി പോകാൻ പറ്റി. ഞാൻ അതിന് അപ്പൊ ഞാനിതിങ്ങനെ കോഡ് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ത്രില്ലൊക്കെ അടിക്കും. അപ്പൊ ഞാൻ കാണിക്കുമ്പോ കോഡർമാർക്ക് ഒരു ത്രില്ല്, എനിക്ക് എന്താ പറയുമ്പോ ഞാൻ എന്റെ ഇൻജീനിയസ് എന്താ പറയാ ആ സമയത്ത് രമിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ചെയ്തി, മനസ്സിലായ ആ പ്രോട്ടോകോൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ അത് പിന്നെ നിതിൻ വർഗീസൻ കണ്ട കണ്ടുപിടിച്ചേ, അതൊരു അൽഗോരിതം വന്ന് ഞാൻ കോഡ് ഫിഗർ ഔട്ട് ചെയ്തെടുക്കേ, മനസ്സിലായോ? അത് പക്ഷെ ഇവര് ആ അൽഗോരിതം ഏതാന്ന് പറയണ്ടത്, അപ്പൊ പിടിക്കണം. അല്ല, ഈ ശരിക്കും പറഞ്ഞ ക്ലിക്ക് ഹൗസിന്റെ സോഴ്സ് കോഡ് ഒന്നും വേണ്ടല്ലോ. അവര് ആൻഡ്രോയിഡിനൊക്കെ കംപ്രഷൻ അൽഗോരിതം ഒക്കെ അവര് പൊക്കി നല്ല മിടുക്കന്മാരാമാര്. അവര് സ്ക്രാച്ച് ചെയ്യുന്ന എഴുതല്ലേ ചെയ്തവന്മാര്, എന്നിട്ട് അവര് ട്യൂൺ ചെയ്തത്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ട് ടൈനി SSL ഉപയോഗിച്ചേ, ഓപ്പൺ SSL അല്ല ഉപയോഗിച്ചേ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് വരുമ്പേ ഒരു അപ്ലിക്കേഷൻ കോഡറിനെ വഴിയൊക്കെ ഇതെടുത്ത് അപ്രോച്ച് ചെയ്തേ. അപ്പൊ ക്ലിക്ക് ഹൗസ് ശരിക്കും പറഞ്ഞ ഒരു ഡാറ്റ മാനേജ്മെന്റ് സൊല്യൂഷൻ മാസ്കുലേറ്റഡ് ആസ് എ ഡാറ്റാബേസാ, മനസ്സിലായില്ലേ? അതിനുള്ള എല്ലാം ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് കിട്ടാണ്ട് രക്ഷപ്പെട്ടെ. നമ്മുടെ തലപ്പത്തിരിക്കണവരെല്ലാവരും അത് ഡാറ്റാബേസ് മാനേജ്മെന്റ് എടുത്തോളൂ. അതൊരു ഡാറ്റ മാനേജ്മെന്റ് സൊല്യൂഷൻ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു, പക്ഷെ അതിന്റെ അർത്ഥം പിടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു IT ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായതുകൊണ്ടാണ്. ഒരു റിസർച്ച് ലാബിൽ നിന്ന് കസാൻഡ്രയൊക്കെ ആയിരുന്നെങ്കിൽ എന്റെ ജോലി 2ാമത്തെ മാസത്തിൽ പോയതന്നെ. മനസ്സിലായി. അപ്പൊ ഇവരെന്ത് കോഡ് ചെയ്യുന്ന സ്ഥലത്ത് കാണിച്ചാലും നമുക്ക് കോൺഫിഗർ ചെയ്ത് കാര്യം നേടാം. അതൊരു ഇതാണ്. അപ്പൊ അവര് ഇങ്ങനത്തെ നല്ല സ്കീമായിരുന്നു. അത് നല്ല സ്കീം എന്നല്ല, എഫിഷ്യൻസി പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ that became a pain in the ass from a protocol parser point of view. മനസ്സിലായില്ലേ? അവിടെയൊക്കെ വരുമ്പോഴാണ് പോസ്റ്റ്ഗ്രെസ്ക്യൂഎല്ലിലേക്ക് സിമ്പിൾ സീരിയ ചെയ്യുന്ന സ്കീമ അവര് പറയുന്നുണ്ട്. ക്ലിക്ക് ഹൗസിന്
വയർ ലെവലിലൊക്കെ 1/10 ഡാറ്റ അയക്കാന്ന് അത്രയും പോണുള്ളൂന്ന്. എന്നിട്ട് ഇതിന്റെ മുകളിലമാര് ഡിക്ഷണറി കംപ്രഷൻ അടിക്കും. ഒരു സോഴ്സ് കോഡിന്റെ ഉള്ളിലെ ഒരു ഡാറ്റാബേസ് എഞ്ചിൻ എങ്ങനെയൊക്കെ എഞ്ചിനീയേഴ്സ് മരുന്ന് പഠിക്കണോ? ട്രേഡ് ഓഫ് എടുത്തത് അവര് ഭയങ്കര പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്. സ്പീഡാണ് അവരെല്ലാം എവറി ആസ്പെക്ടിൽ അവര് പെർഫോമൻസ് അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റരുത്. അത് ഒരു ടെനാസിറ്റി റെസിലിയൻസ് ഒക്കെ കൊണ്ട് മുങ്ങിപ്പോയ ഡാറ്റാബേസ് എഞ്ചിന്. അല്ല ഇതിൽ തന്നെ നോക്ക്, എൻകോഡിംഗ് കൊണ്ട് കംപ്രഷൻ അറിയാതെ ആ ഡാറ്റാബേസിന്റെ സോഴ്സ് കോഡ് തൊടാൻ പറ്റില്ല. ഈ ഡാറ്റ എൻകോഡിംഗ് ആണ് ഞാൻ പറഞ്ഞ വേരിയസ്. അത് തന്നെ അവന്മാര് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഏതാ എൻകോഡർ എന്ന്. ഇത് എവറി ഔൺസ് ഓഫ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എൻക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ എൻക്രിപ്ഷന് നല്ലൊരു റെഫറൻസ് ആൻഡ്രൂ ടാനബാമിന്റെ മോഡേൺ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ബുക്കില്ലേ, അതില് നന്നായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ മറ്റേ എന്താ പറയാ ഇത് ആ ടാനബാമിന്റെ ബുക്ക് ചെയ്യുന്നേ ഓക്കെ ചെയ്താ. ഒന്നുമില്ല, അതായത് ചൂസ് ടു ലാർജ് നമ്പേഴ്സ് പി ആൻഡ് ക്യൂ കമ്പ്യൂട്ട് NAC കണ്ടത്. സി ഞാൻ ചെറിയ നമ്പർ എടുത്തോളൂ, ഇസഡ് ചെയ്യാം, റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇതിനെ ഡി എടുക്കുക, EN ഇത് കൊടുക്കുക. അതാണ് എൻക്രിപ്ഷൻ. ശരിക്കും വെറും ഇതേ വരുന്നുള്ളൂ, മനസ്സിലായില്ലേ? പബ്ലിക് യൂലോങ് വെച്ചത് നമുക്ക് ജാവയിൽ പെട്ടെന്ന് വരികയാണോ. മോഡുലാർ എക്സ്പോണൻഷ്യേഷൻ ഇത് കറക്റ്റായിട്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുക ചെയ്യും. ഇതായിട്ട് ഇതിന് ബിഗ് ഇതിനെ കുറിച്ച് നമുക്ക് ഒരു ടോപ്പിക് എടുക്കാനാണെങ്കിൽ അപ്പൊ ഇത് ഡീകമ്പോസ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യുന്നത്. റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കോമൺ ഫാക്ടർ ഇല്ലാന്ന് അർത്ഥം. In the celebrated computer network book, Andrew Tanenbaum gives an example of RCA using the string Zuzain, his wife's name. The conceptual idea behind RCA algorithm is deceptively simple. I am already using C# for an OWASP meet representation. ജാവയിൽ ചെയ്ത് നോക്കാം. ഇത് ഞാൻ തരാം. അല്ല നമുക്ക് ഇതൊക്കെ ഇൻഫർമേഷൻ തിയറിയിലോട്ട് ആഡ് ചെയ്യാം. ഇതിന്റെ ഈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ കുറെ ടോപ്പിക്സേ ഇത് വെച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത് സാധനമല്ല. ഒരാള് ഇപ്പൊ ആർസിയുടെ ബുക്ക് എടുത്താൽ മനസ്സിലാവുന്നത് ഇത് ഇതറിഞ്ഞ മനസ്സിലായില്ലേ? അതാണ് അതിന്റെ
അതിപ്പോ നമ്മള് ബിറ്റിന്റെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഈ ബുക്ക് നമ്മുടെ ബുക്കിൽ കയറിയിട്ടുണ്ട്, ഈ കോഡ്. ഇതെന്താണെന്ന് വെച്ചാലേ ഇപ്പൊ ABCD എന്നുള്ള 4 ഇതുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ 15 സബ്സെറ്റ് പോസിബിൾ ആണല്ലോ. അപ്പൊ 0-0-0-1 എന്ന് പറഞ്ഞു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ബിറ്റ് ചെയ്യില്ല. ബിറ്റ് ഓൺ ആയി കഴിയുമ്പോൾ എലമെന്റ് സെലക്ഷൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യപ്പെടാം. അതെ അതെ അതെ. അപ്പൊ 0-0-0-0-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് വേണമെങ്കിൽ DCBA എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ട് ഏടാട്ടോ, അതെങ്ങനെയാണെങ്കിലും. അതായത് ഇപ്പൊ ഡി ഇപ്പൊ നമ്മൾ ഡി ഇട്ടു, പിന്നെ 1-0 വരുമ്പോ മറ്റേ സി ഇടും, പിന്നെ 1-1 വരുമ്പോ സി ഡി ഇടും. അങ്ങനെയാണ് സബ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. അതായത് ഒരു ബിറ്റിന്റെ ആ ലെവലിലുള്ള സാധനങ്ങൾ റീസൺ ചെയ്യുന്നതിൽ ഈ മറ്റേ പോയിന്റർ റേഞ്ച് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് അല്ല പോയിന്റർ കംപ്രഷൻ അല്ല, പോയിന്റർ ഇപ്പൊ ഓൺ ആണോ എന്നൊക്കെ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ മാർക്കിങ്ങിന്റെ ഗുണം വരുന്നത്, ഇപ്പൊ ഞാൻ പണ്ടൊരു ഡാറ്റ സിങ്ക്രണൈസേഷൻ സോഫ്റ്റ്വെയർ എഴുതി. അപ്പൊ അതില് ഓരോ സ്റ്റേറ്റ് ഞാൻ മാർക്ക് ചെയ്തിരുന്നത് ബിറ്റ് വെച്ചിട്ടാണ്. അത് എഫിഷ്യന്റ് ആണെന്ന് മാത്രമല്ല, കോഡ് ഫാസ്റ്റ് ആയിരിക്കും മാത്രമല്ല, എലഗന്റും ആണ്. അപ്പൊ ഈ ഹഫ്മാനും ഷാനൻ ഫാനും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ ഈ ബിറ്റ് അയ്യോ ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് പ്ലേ ആവും ശരിക്കും. എന്റെ ഒരു ഈ മെയിൻ പ്രശ്നം എൻക്രിപ്ഷൻ ഈ മിക്ക അൽഗോരിതംസും അത്ര ഡിഫിക്കൽട്ടും അല്ലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു അതർ വേൾഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവേണ്ടതില്ല. കറക്റ്റ് ലിറ്ററേച്ചർ കിട്ടാത്തതും കൂടെ ആൾക്കാരില്ലാത്തതിന്റെ. വൈശാഖ എന്തെങ്കിലും ഉണ്ടോ ചർച്ച ചെയ്യാൻ? ഹലോ ശരി, ഞാൻ കുറച്ച് കട്ടായി പോയി. ഇതെന്റെ പഴയ കുറെ ഇങ്ങനെ വായിക്കായിരുന്നു, ഇങ്ങനെ സാധനങ്ങളൊക്കെ വായിക്കായിരുന്നു എന്നുള്ളൊരു ഓർമ്മകളാണ്. പിന്നെ എനിക്ക് കുറെ റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്നും. മെമ്മറിയില്ലേ? അപ്പൊ ഇതിനെ വേറൊരു ഇതുണ്ട്, ഈ IEEE ഒക്കെ പല മാഗസീൻസ് ഇല്ലേ, സ്പെക്ട്രം, ട്രാൻസാക്ഷൻസ് ഓൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉണ്ട്. ഈ പണ്ട് ടെക്നോ പാർക്ക് ലൈബ്രറിയിൽ പോയിരിക്കുമായിരുന്നു. അപ്പൊ അവിടെ ഇതൊക്കെ എൻകൗണ്ടർ ചെയ്യും, മനസ്സിലായോ? അതല്ല പ്രസിദ്ധി, എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് മറ്റേ സാധാരണ സിമെട്രിക്, അസിമെട്രിക്, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫിയോ അങ്ങനെന്തോ ഒരു മൂന്നാമത്തെ ഏതോ ഒരു ക്രിപ്റ്റോഗ്രഫി ആൻഡ്രൂ ടാൻബോമിന്റെ ടെക്സ്റ്റ് ഉണ്ടേ. അപ്പൊ അതൊക്കെ എനിക്കൊന്ന് ഈ ഇൻഫർമേഷൻ തിയറി ആയിട്ട് ബന്ധമുണ്ടോ
ഓർമ്മകൾ എനിക്ക് വന്നില്ല, കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, ഈ ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ RSA അൽഗോരിതം, എലിപ്റ്റിക് കർവ്, ഇതിനെയൊക്കെ നാമാവിശേഷമാക്കുന്ന പറയണേ, മനസ്സിലായോ? അതായത് ഫുൾ പാസിംഗ് എഴുതിയേക്കണത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ കിട്ടണുള്ളത്. അല്ല, അയാള് അന്നത്തെ സ്റ്റേറ്റ് ഓഫ് തിയറി ഇപ്പൊ RSA ഉഗ്രൻ ഡിസ്ക്രിപ്ഷൻ ആണ്, അതിൽ നിന്ന് ഞാൻ കോഡ് കാണിച്ചേ. അത് ഞാനൊരു 16 വർഷം മുന്നേ വായിച്ച ഓർമ്മയിലാണ് ഈ പറഞ്ഞത്. അപ്പൊ എനിക്കത് കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റണില്ല. പ്രസിദ്ധീകരിച്ച് കാണിച്ചിട്ട് എനിക്ക് അത് ഓർമ്മ വന്നത് ടൈം ബോംബ് എന്ന് പറഞ്ഞപ്പോഴേ. അതെ അതെ. വൈശാഖ്, അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്താലോ ചെറുതെ? ഓക്കെ. അപ്പൊ ഏവർക്കും ഇപ്പൊ ബിഫോർ വി സ്റ്റോപ്പ് ദിസ് പ്രസന്റേഷൻ, ഓക്കെ, അപ്പോ നമ്മള് ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും, അത് എൻക്രിപ്ഷനായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, കംപ്രഷനായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, സോഴ്സ് കോഡിങ് എന്താണ്, ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ ലെവലില് എന്ത് വരുന്നു, സ്റ്റാർട്ട് ബിറ്റ് എന്താണ്, സ്റ്റോപ്പ് ബിറ്റ് എന്താണ്, ആസ്കി മെയിൻ ഗേറ്റ്വേയിലെ പ്രോബ്ലംസ്, പിന്നെ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇഷ്യൂസ്, സ്റ്റാൻഡേർഡ് ബോഡീസ് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ലിവറേജ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു ചർച്ച നടന്നു. പിന്നെ ഈ ആസ്കി ക്യാരക്ടേഴ്സിന്റെ ഹിസ്റ്ററിയും അതിന്റെ സോഴ്സ് കോഡിങ് ആസ്പെക്ട്, പിന്നെ കംപ്രഷനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും ഇപ്പൊ ഹോഫ്മാൻ എൻകോഡിങ് എന്താണ്, വൈ പെർമിയേറ്റ്സ് എവരിവെയർ, ഷാനൺ ഫാനോൺ എൻകോഡിങ്, why it went out of favor, because Huffman was able to produce better compression or better encoding. അപ്പോൾ കംപ്രഷൻ ആയിരുന്നില്ല, അത് എൻകോഡിങ്, കംപ്രഷൻ ഒരു സൈഡ് എഫക്റ്റ് ആയിരുന്നു. പിന്നെ ബൈനറി കോഡഡ് ഡെസിമൽ എന്താണെന്ന് സംസാരിച്ചു. പിന്നെ വി ബ്രീഫ്ലി മെൻഷൻഡ് അബൌട്ട് ലോസി കംപ്രഷൻ വേഴ്സസ് ലോസ്ലെസ് കംപ്രഷൻ. അപ്പോൾ ലോസ്ലെസ് കംപ്രഷന്റെ ലിമിറ്റ് ആണ് ഷാനൺസ് എൻട്രോപ്പി തിയറം. അപ്പോ 3 laws of information theory, which is very important, എല്ലാവരും പഠിച്ചിരിക്കണം. ഈ ബറോസ് ഫീലർ ട്രാൻസ്ഫോം എന്നുള്ള സാധനത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. അത് ശരിക്കും ഒരു എന്താ പറയാ, ഇറ്റ് യൂസ് ടു എന്താ പറയാ, transform the data into a form where you can have downstream compression algorithm applied on it. അപ്പോൾ ഒരു ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ മെക്കാനിസം ആണ്, പെർസെ ഒരു കംപ്രഷൻ അൽഗോരിതം അല്ല. DCT ഫോറിയർ സീരീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ഫോറിയർ സീരീസ് മതി. ഇനിയിപ്പോൾ നോൺ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം വേണം. അപ്പൊ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഒരു വേരിയേഷൻ ആണ് DCT. അപ്പൊ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ പ്രോസസിംഗ് അൽഗോരിതം ആണ്, വിച്ച് കറസ്പോണ്ട്സ് ടു ദ അനലോഗ് ഫോറിയർ ട്രാൻസ്ഫോം അൽഗോരിതം. പിന്നെ വേവ്ലെറ്റ് ഇംഗ്രിഡ് ഡവാഷിസ് എന്ന് പറഞ്ഞ ലേഡി, ഒരു ഫ്രഞ്ച് ഇന്റർവ്യൂ കണ്ടതാണ്, അവരാണ് ഈ ഇത് കൊണ്ടുവന്നത്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് JPEG 2000. അതിന്റെ ഫയൽ ഫോർമാറ്റിന്റെ പേര് JFIF എന്നാണ്. അവര് മറ്റേ എന്താ പറയാ, ഇപ്പോ ലേറ്റസ്റ്റ് ഇത് DWT ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ എൻക്രിപ്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആൽഫബറ്റിനെ വേറെ ആൽഫബറ്റ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ട്രാൻസ്പോസിഷൻ സൈഫർ, ഇതൊക്കെ ട്രിവിയൽ അൽഗോരിതമാണ്. പക്ഷേ എന്താ പറയാ, നെവർതലെസ് ഫ്രം എ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആസ് വെൽ ആസ് എ പെഡഗോഗിക്കൽ പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ എന്താ പറയാ, സിമെട്രിക, ഇപ്പോൾ റൈൻഡോൺ അല്ലെങ്കിൽ AES, പിന്നെ സെർപ്പൻറ്റ്, ബ്ലോ ഫിഷ്, പിന്നെ ഡെസ്, ട്രിപ്പിൾ ഡെസ് ഒക്കെ ബ്ലോക്ക് സിമെട്രിക് അൽഗോരിതമാണ്. പിന്നെ എന്താ പറയാ, അസിമെട്രിക് എൻക്രിപ്ഷനെ കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് RSA ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ECC, എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫി ഫോർ ഡീക്രിപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ കംപ്രഷനും എൻക്രിപ്ഷനും
ClickHouse എന്ന് പറഞ്ഞ ഡാറ്റാബേസ് എഞ്ചിനിലെ കോണ്ടെക്സ്റ്റിൽ എന്താ സോഴ്സ് കോഡിങ്, കംപ്രഷൻ, എൻക്രിപ്ഷൻ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തു. പിന്നെ എറർ കറക്ഷൻ, പാരിറ്റി ബിറ്റ് എങ്ങനെയാണ്, സ്റ്റോപ്പ് ബിറ്റ് എങ്ങനെയാണ്, ചെക്സം എന്താണ്, സൈക്ലിക് റിഡൻഡൻസി ചെക്കിനെ കുറിച്ച് ദാറ്റ്സ് എ ബിറ്റ് ടെക്നിക്കൽ, അത് ഇറ്റ് വാറന്റ്സ് ഇറ്റ്സ് ഓൺ സെഷൻ. പിന്നെ ഈ ഹാഷ് അൽഗോരിതം, ഡിജിറ്റൽ അൽഗോരിതം ഒക്കെ ഇസ് മോർ നോൺ ടു പീപ്പിൾ. പിന്നെ ചാനൽ ആൻഡ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റിയെ കുറിച്ചാണ്. ഇപ്പൊ ചാനൽ കപ്പാസിറ്റിയെ കുറിച്ച് ഷാനിന്റെ രണ്ടാമത്തെ നിയമം, അതായത് C = B × ലോഗരിതം ഓഫ് ദ ബേസ് 2 to 1 + S/n സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അത് 1 ആവുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ചാനൽ ആവും. പക്ഷെ അങ്ങനത്തെ ഒരു ലെവലിലോട്ടൊക്കെ വേൾഡ് ഇപ്പോഴാണ് ആ ഒരു തിയറട്ടിക്കൽ ലിമിറ്റ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് എത്തിയത്. പിന്നെ പ്രോട്ടോകോൾസിനെ കുറിച്ച് അധികം സംസാരിച്ചില്ല. ബട്ട് ഓഫ് കോഴ്സ് ClickHouse എങ്ങനെയാണ് ഡാറ്റ സെൻഡ് ചെയ്യണേ, ഇനിയിപ്പോൾ രണ്ട് സൈഡിലും ഡാറ്റ നമുക്ക് ഇൻഡിപെൻഡൻ്റ് വേരി ചെയ്യണം, ചാനൽ എങ്ങനെ ഒപ്പാക്ക് ആക്കാം, അത് ഒരു സോപ്പ് സർവീസസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ബ്രീഫ്ലി ഇത് ചെയ്തു. പിന്നെ ഇൻഫർമേഷൻ മാനിപ്പുലേഷൻ, അതിനെക്കുറിച്ച് അധികം എന്താ പറയുക ചർച്ച നടന്നില്ല. കാരണം അത് ഇറ്റ്സ് എ ടോപ്പിക് ഇൻ ഇറ്റ്സ് സെൽഫ്. അവിടെ അൽഗോരിതമിക് കോംപ്ലക്സിറ്റി, NP ഹാർഡ്, NP കംപ്ലീറ്റ് ഒക്കെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കമ്പ്യൂട്ടർ സയൻസ് പോലും ഈ ഇൻഫർമേഷൻ തിയറട്ടിക്കൽ കൺസെപ്റ്റ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുകയും ഓഗ്മെന്റ് ചെയ്യാനുള്ളതാണെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയ. ആ പോയിന്റ് ഓഫ് വ്യൂല് റോമൻ കുക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്കിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ലോജിക്കലി ഫസ്റ്റ് ഡിജിറ്റൽ ഏജ് എന്താണെന്ന് ഇത് ചെയ്തു. പിന്നെ എന്താ പറയുക ഡിജിറ്റൽ സെൻസേഴ്സ്, അത് ഇതിനെക്കുറിച്ചൊരു പ്രതിപാദനമുണ്ട്. പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആൻഡ് DAC, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ADC-യിൽ വന്ന ഡാറ്റ ഈ പറയുന്ന ഇൻഫർമേഷൻ തിയറട്ടിക്കൽ കൺസിഡറേഷനൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ മാനിപ്പുലേഷൻ ചെയ്തതിന് ശേഷം സ്റ്റോർ ഓഫ് ഫോർവേഡ് ചെയ്യണം. ഫോർവേഡ് ചെയ്തിട്ട് DAC വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ ലോജിക്ക്, മറ്റേ എന്താ പറയുക, ഇപ്പോൾ ഒരു ടെലിവിഷൻ ഫ്യൂട്ടേജ് വന്ന് അതിൻ്റെ മുകളിൽ റീപ്ലേ ഒക്കെ കാണിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും അനലോഗ് ടു ഡിജിറ്റലിൻ്റെയും DAC-ൻ്റെ ഇടയിലുള്ള ഇൻഫർമേഷൻ മാനിപ്പുലേഷനാണ്. ഡിജിറ്റൽ ലോജിക്ക് ആൻഡ് ഓർ നോട്ട്, അങ്ങനത്തെ ഗേറ്റ് എങ്ങനെ ബൂളിയൻ ആൾജിബ്ര ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഡിജിറ്റൽ ലോജിക്, ഗേറ്റ് ലെവൽ ലോജിക്ക്, അവിടുന്ന് രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവല്, അവിടുന്ന് മൈക്രോ കോഡ്, പിന്നെ CPU, അങ്ങനെ ബോർഡ്, അങ്ങനെ വന്നിട്ട് കമ്പ്യൂട്ടേഴ്സിലോട്ട് എത്തും. വൺസ് കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇൻഫർമേഷൻ തിയറി, ഇൻഫർമേഷൻ കോഡിങ്, ട്രാൻസ്മിഷൻ ആൻഡ് മാനിപ്പുലേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ ഒരു ജീനോം സീക്വൻസിങ് ഡാറ്റാബേസ് എങ്ങനെയാണ് എന്താ പറയുക ഒരു 1 GB ഫയൽ ഇത് ചെയ്യുമ്പോൾ ഫിക്സഡ് ലെങ്ത് എൻകോഡിങ് വെച്ചിട്ട് 6 അല്ല 7 ക്യാരക്ടേഴ്സ് ഉണ്ട്, 7 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു 1 GB ഫയൽ അയക്കുമ്പോൾ 62.5% കംപ്രഷൻ കിട്ടുന്നു. അപ്പോൾ ഫിക്സഡ് ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഹാഫ്മാനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ ഈ ASCII 7 ബിറ്റ് ആണോ മറ്റേ എന്താ പറയുക 8 ബിറ്റ് ആയപ്പോൾ എന്താ സംഭവിച്ചത്, ബേസിക് 64 UU എൻകോഡ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. ഈച്ച് ഓഫ് ദി അൽഗോറിതംസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. പിന്നെ RSA അൽഗോറിതത്തിന്റെ ഇന്റേണൽസ് ടാനൻബാമിന്റെ ബുക്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് C# ഇയേഴ്സ് എഗോ കോട്ട് ചെയ്തതാണ്. ഇത് ബ്ലോഗിൽ നിന്ന് നമ്മളെടുത്ത് നോക്കി. പിന്നെ എങ്ങനെയാണ് ബിറ്റ് സബ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചർച്ച ചെയ്തു. അപ്പോൾ ഹോപ്പ് ദിസ് വാസ് റിയലി യൂസ്ഫുൾ ഫ്രം എ പ്രോഗ്രാമേഴ്സ് പെർസ്പെക്റ്റീവ്. വൺ ഷുഡ് ബി കൺവേഴ്സൻറ്റ് വിത്ത് ദി കീ ഐഡിയാസ് ഓഫ് ഇൻഫർമേഷൻ തിയറി. അറ്റ്ലീസ്റ്റ് ആ 3 ഇതിനൊക്കെ ബിഫോർ ഐ വൈൻഡ് അപ്പ്, ഓക്കെ, ഐ വിൽ ആക്ച്വലി വൺസ് അഗൈൻ റിപ്പീറ്റ് 3 ഫണ്ടമെന്റൽ തിയറംസ് ഓഫ് ഇൻഫർമേഷൻ തിയറി. About information content of a message is a measure of average amount of information produced by a stochastic source of data. It quantifies the uncertainty or randomness in a setup. അതായത് മെസ്സേജിന്റെ കണ്ടന്റ് അല്ല തീരുമാനിക്കുന്നത്, ഫ്രീക്വൻസി at which it is being emitted. That determines the weight of the information എന്നുള്ളതൊരു സ്റ്റാർട്ട്ലി കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അത് പ്രൊബബിലിസ്റ്റിക്കലി എങ്ങനെയാണ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആൾറെഡി പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈ എൻട്രോപ്പി മീൻസ്
unpredictability and therefore more information content. The more frequent the message is, less the information content. പുലി വരുന്ന പുലി ലെസ്. പിന്നെ രണ്ടാമത്തത് ചാനൽ കപ്പാസിറ്റി ആയിട്ടാണ്. ഒരു ഐഡിയൽ ചാനൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 1 ആയിരിക്കണം. അപ്പോൾ അതായത് ബാൻഡ് വിഡ്ത്ത് മുഴുവൻ കിട്ടും. പക്ഷെ അത് തിയറട്ടിക്കൽ മാക്സിമം ആണ്, അതൊരിക്കലും ഇത് കിട്ടാനില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ നൈക്വിസ്റ്റ് ലിമിറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം ഫ്രീക്വൻസിയുടെ ട്വൈസ് ദ നമ്പർ ഓഫ് ആ ബാൻഡ് വിഡ്ത്തിൻ്റെ ട്വൈസ് ദ നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്താൽ ആ സിഗ്നൽ അലിയാസിങ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നൈക്വിസ്റ്റ് റേറ്റ്. അത് ഡിജിറ്റൽ റൺവേയിലോട്ട് ഒരു പ്രീ കണ്ടീഷനായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഷാനോന്റെ 3 തിയറം. പുള്ളിയുടെ ബയോഗ്രഫിയെ കുറിച്ച് വായിക്കാം. ആൻഡ് ദെൻ ആൾസോ റീഡ് the seminal contribution of AT&T Bell Laboratories in most of the communication stuff including the operating system. പിന്നെ മൗസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് സിറോക്സ് സ്പാർക്കിൻ്റെ കണ്ടുപിടുത്തം അല്ല, അതിൻ്റെ റെലവൻസ് എന്താണ്. പിന്നെ നമ്മളറിയുന്ന സ്റ്റീവ് ജോബ്സും മറ്റേ ബിൽ ഗേറ്റ്സും എല്ലാം ഈ സിറോക്സിൻ്റെ ഐഡിയാസ് ഒക്കെ എന്ന് പറയില്ല, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആണ് ഈ അവർക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ടാക്കിയത്. സിറോക്സ് ക്രിയേറ്റഡ് ദ ടെക്നോളജി, ഗേറ്റ്സ് ആൻഡ് മറ്റേ നമ്മുടെ സ്റ്റീവ് ജോബ്സ് ക്യാപിറ്റലൈസ്ഡ് ഇട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ NVIDIA അങ്ങനത്തെയൊക്കെ വന്നിട്ട് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.